या देवी सर्वभूतेषु प्रेमरूपेण संस्थिता नमस्तस्यै 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 नमो नमः। या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। स्वामिये शरणमയ്യപ്പ। ഈ സുപ്രധാനമായ ഒരു ദിവസം ഈ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഈ മഹാക്ഷേത്രത്തിലേക്ക് ഒരു പ്രഭാഷണത്തിനുള്ള അവസരം വന്നത് തന്നെ ഭാഗ്യമായി കരുതുന്നു. സംഘാടകർ വളരെ അടുത്ത ദിവസങ്ങളിൽ ഓർക്കാപ്പുറത്ത് ഈ ഒരു വേദിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഈ മഹാസന്നിധിയിലേക്ക് പ്രഭാഷണത്തിനായിട്ട് വരാൻ സാധിച്ചു. വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ധാരാളം കാര്യങ്ങൾ ഉള്ള ഒരു ആചാരവിശേഷമാണ് ശബരിമല ശാസ്താവുമായി ബന്ധപ്പെട്ടുള്ളത്. വളരെയേറെ പ്രായോഗികവും അർത്ഥപൂർണവുമാണ്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ, സാധാരണ എല്ലാ ദേവതകളിൽ നിന്നും വ്യത്യസ്തമായ ധാരാളം സൂക്ഷ്മമായ ശാസ്ത്രീയ പദ്ധതികൾ അടങ്ങിയിരിക്കുന്ന സമ്പ്രദായമാണ് ശാസ്താവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തിക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത്. ശാസ്താവിൻ്റെ ആചാരത്തിൽ ശാസ്താക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നോക്കുമ്പോൾ ജ്ഞാനയോഗത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളും ഭക്തിയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ആചാരങ്ങളും പ്രഭാഷണങ്ങളുമെല്ലാം കാമ്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കാമ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഏതൊരു ഭക്തൻ്റെയും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടുന്ന കുറച്ചു കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള എല്ലാ വഴികളുമാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രസംഗിക്കുന്നതും പറയുന്നതുമെല്ലാം. എന്നാൽ ശാസ്താക്ഷേത്രത്തിൽ ശബരിമലയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ 18 പടി അങ്ങോട്ട് ചവിട്ടി ചെല്ലുമ്പോൾ തത്വമസി എന്ന ബോർഡ് വെച്ചിരിക്കുകയാണ്. ജ്ഞാനയോഗത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു എന്ന് ഞാൻ അതിശയിക്കാറുണ്ട്. ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ഹൈന്ദവ സംവിധാനങ്ങളും നോക്കുമ്പോൾ 4 യോഗമാർഗങ്ങളിലും ഭക്തിക്ക് മാത്രം പ്രാധാന്യത്തിലേക്ക് ആയി മാറി. അങ്ങനെ ഒരു പരിണാമം സംഭവിച്ചു. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, രാജയോഗം എന്നീ മാർഗങ്ങളിൽ ഭക്തിയോഗത്തിന് മാത്രം പ്രാധാന്യം. ഭക്തിയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രമേ കേരളത്തിലുള്ള ഹൈന്ദവർക്ക് ഇപ്പോൾ അറിയൂ എന്നൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ അത് തെറ്റല്ല എങ്കിലും ഭക്തിയോടൊപ്പം തന്നെ കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും രാജയോഗത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിയേണ്ടതാണ്. അവിടെയാണ് ശബരിമല ശാസ്താവിൻ്റെ ഈ ക്ഷേത്രാരാധനയുമായി, അദ്ദേഹത്തിൻ്റെ സങ്കല്പവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാധാന്യം വരുന്നത്. അവിടെ ജ്ഞാനയോഗത്തിൻ്റെ പ്രാധാന്യമാണ് വരുന്നത്. ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ ഞാൻ എന്താണോ ഈ തിരക്കി നടന്നത് അത് എന്നിൽ തന്നെയാണ് എന്നൊരു ബോധത്തിലേക്കുള്ള വളർച്ച. അതിനാണ് നമ്മൾ ഭക്തി ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഭക്തിയോഗ വിഷയങ്ങളെല്ലാം പറയുമ്പോഴും നമ്മൾ ജ്ഞാനയോഗ വശങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മിക്കവർക്കും അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ല, കേൾക്കണ്ട എന്നൊക്കെയാണ് കാണുന്നത്. നമ്മൾ സ്റ്റേജിൽ മാത്രമല്ല ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഞാൻ ഇത്രയും നാളും അന്വേഷിച്ച് നടന്നത് എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ളൊരു പ്രാർത്ഥനയുമായിട്ടല്ല, അതിനതീതമായിട്ട് ഞാൻ എന്താണ് എന്നുള്ള ബോധത്തിലേക്ക്
സ്വയം എത്താനാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്. എല്ലാ ഭക്തിയും അവസാനം എത്തിപ്പെടുന്നത് ജ്ഞാനയോഗത്തിലാണ്, ജ്ഞാനത്തിലാണ്. ആദിശങ്കരൻ തന്നെ തന്ത്രോപാസകനായി ദേവിയെയും ശിവനെയും എല്ലാം ആരാധിച്ച് അവസാനം ആ അദ്വൈതത്തിലാണ് പോയി നിൽക്കുന്നത്. എന്താണോ ഈ പ്രപഞ്ചത്തിലുള്ളത് അത് ഞാൻ തന്നെ, എല്ലാത്തിലും അത് തന്നെ എന്നുള്ള ബോധത്തിലേക്ക്, ആ തത്വമസിയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള ആ അയമാത്മാ ബ്രഹ്മ എന്ന ദർശനത്തിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴെല്ലാ ഭക്തിയും കാര്യസാധ്യത്തിനുള്ള കുറച്ച് സമ്പ്രദായങ്ങൾ നിറച്ചത് മാത്രമല്ല, കാര്യസാധ്യങ്ങൾക്ക് അതീതമായിട്ട് ഞാൻ എന്താണ് എന്ന് സ്വയം ബോധ്യപ്പെട്ട് നീങ്ങാനുള്ള ഒരു വഴിയാണ്. അതിലേക്ക് സാധാരണയായി ആരും എത്തുന്നില്ല. ഭക്തി ഒരു വികാരമാണ്. ഭക്തി ഒരു ഉത്തമമായ വികാരമാണ്. ആ ഉത്തമമായ വികാരം അതിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മൾ ആ ദേവതയുമായിട്ട് സാമ്യപ്പെടുന്നതിന് പകരം അവിടേക്ക് നമ്മൾ അപ്പോഴും ഞാനും ഈശ്വരനും രണ്ട് എന്നുള്ള ബോധത്തിൽ തന്നെ നിലകൊള്ളുകയാണ് സാധാരണയായി കാണുന്നത്. അവിടെ വെച്ചാണ് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി വരുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ധാരാളം പേർക്ക് മന്ത്രോപദേശങ്ങളൊക്കെ നൽകി കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ദേവതയിലേക്കൊരു അഡിക്ഷൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിന്റെ ബോധത്തിൻ്റെ വികാസത്തിന് വേണ്ടിയാണ് നിനക്കുചിതമായൊരു ദേവതയെ ഞാൻ സങ്കല്പിച്ച് നൽകിയത്. അതിൻ്റെ മന്ത്രോപാസനയിലൂടെ നിന്റെ ബോധവികാസത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നിനക്ക് ഞാൻ ഈ മന്ത്രം തന്നത് എന്നതിനേക്കാൾ ഉപരി അവസാനം ആ ദേവതയുടെ വിഗ്രഹം എവിടെയും കൊണ്ടുവന്ന് വയ്ക്കുന്നു എന്നുള്ളൊരു നിലയിലേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടു. അത് ഭക്തിയുടെ ഒരു വലിയ പ്രശ്നമാണ്. ഭക്തി വർദ്ധിച്ചിട്ട് ഭക്തിയുടെ സൂക്ഷ്മതയിലൂടെ അതിനതീതത്വമുള്ള കാര്യങ്ങളിലേക്ക് എൻ്റെ ബോധവികാസത്തിൻ്റെ ആദ്യ പടിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ, തിരിച്ചറിയാതെ, ഭക്തിക്ക് ഒരു വിശേഷ തലത്തിലേക്ക് എത്തുന്നത് കാണാനാവാതെ അവിടെ തന്നെ കുടുങ്ങിക്കിടന്ന് ജീവിതകാലം മൊത്തം നമ്മൾ അവിടെ തന്നെ ഒതുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വരാതിരിക്കണം. അതിനുവേണ്ടിയാണ് തത്വമസി എന്ന ബോർഡ് ശബരിമലയിൽ വെച്ചിരിക്കുന്നത്. നീ എന്തിനെയാണോ തിരഞ്ഞിരുന്നത് അത് നിന്നിൽ തന്നെ ഉണ്ട്, പക്ഷെ നിനക്ക് അതിലേക്ക് കുറച്ച് കടമ്പകൾ കടക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധമാണ് അവിടെയുള്ളത്. അവിടുന്ന് മനസ്സിലാക്കാനുള്ളത് അതാണ്. അങ്ങനെ ശരിക്കും കേരളത്തിൽ ഇപ്പോഴും ഒരു ക്ഷേത്രത്തിലും ആ ഒരു ആഹ്വാനം ഉള്ളതായിട്ട് കാണുന്നില്ല. ശങ്കരൻ ആദിശങ്കരാചാര്യർ കൊണ്ടുവന്ന് കുടിയിരുത്തി എന്ന് പറയുന്നത് ചോറ്റാനിക്കരയിൽ പോലും അങ്ങനെ ഒരു അവസ്ഥയില്ല. മനുഷ്യ മനസ്സിൻ്റെ, അബോധ മനസ്സിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന വലിയ പ്രശ്നങ്ങളെയെല്ലാം പുറത്തേക്കെടുക്കുന്ന ഒരു ഭാവത്തിൽ തന്നെയായി മാറി ചോറ്റാനിക്കരയിലെയും ആഘോഷങ്ങളും ഗുരുതിയും എല്ലാം. അങ്ങനെ സബ് കോൺഷ്യസിലെ ഉപബോധ മനസ്സിൽ കിടക്കുന്നതും അബോധ മനസ്സിൽ കിടക്കുന്നതുമായ എല്ലാ വിവിധ വികാര വിചാരങ്ങളെയും ജന്മാന്തര പുണ്യപാപ കർമ്മങ്ങളെയും എല്ലാം പുറത്തേക്കെടുക്കാനുള്ള പദ്ധതികളാണ് ഭക്തിയോഗത്തിലൂടെ വെച്ചിരിക്കുന്നത്. 27 വർഷം മുമ്പ് ശബരിമലയിലേക്ക് ഞാൻ പോകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുന്നു. ഞങ്ങൾ 4 പേര് ചേർന്നാണ്, അന്ന് ഞാൻ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാലം, ശബരിമലയിലേക്ക് പോയത്. ഹരിപ്പാട്ട് നിന്ന് ശബരിമല വരെയും ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അങ്ങനെ ആയിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ ഞാനത് മനസ്സിലാക്കി, എനിക്ക് വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച്. ആ യാത്രയിൽ എനിക്കൊരു ക്ഷീണവും അനുഭവപ്പെട്ടില്ല. ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞാനിതിങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നു. ജപം ഉണ്ടാക്കുന്ന ജപം നമുക്ക് വരുന്ന മാറ്റത്തെക്കുറിച്ചാണ് അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ മന്ത്രധ്വനി വളരെയേറെ ശക്തമാണ്. ഏതൊരു മന്ത്രത്തിനും അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. ആ മന്ത്രം, സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം നിരന്തരം ചൊല്ലി 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 എൻ്റെ സാധാരണ ബോധമേ പോയി എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ബാഹ്യ വിഷയങ്ങളിലേക്കുള്ള സമ്പൂർണ്ണ ശ്രദ്ധയും പോയി. ഇതിനെ വേദാന്തം പറയും മനോലയം സംഭവിക്കുക എന്ന്. ജപത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ്. നിങ്ങൾക്ക് ഏതാണോ അറിയാവുന്ന ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു പദം, ആ പദം നിരന്തരം ഉച്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനോലയം സംഭവിക്കുന്നു.
ബോധമനസ്സടങ്ങുന്നു എന്ന് പറയാം. ബോധമനസ്സിന് അതീതമാണ് അബോധ മനസ്സ്. അബോധ മനസ്സിൽ കിടക്കുന്ന അനന്ത സാധ്യതകളെ പുറത്തേക്കെടുക്കാനാണ് ജപം ശീലിക്കേണ്ടത്. നമ്മുടെ അനന്ത സാധ്യതകളെ നൽകുന്നതിന് വേണ്ടിയാണ്. ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇത്രയും ജപം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ എത്തി, ശബരിമലയിൽ എത്തിയിട്ട് ഈ തത്വമസി എന്നൊരു ആശയം, ആ സെന്റൻസും കൂടി കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ആന്തരിക വിപ്ലവം എത്രയോ വലുതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം ഞാൻ എന്താണോ തിരയുന്നത് അത് എന്നിൽ തന്നെയാണ് എന്നുള്ള ബോധത്തിലേക്ക് എന്നെ നയിക്കാനുള്ള ബാഹ്യമായ ഘടകങ്ങളാണ് ഇത്തരം ആചാരങ്ങളും ഉപാസനാ ദേവതകളുമെല്ലാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഞാൻ പറഞ്ഞ ഈ ശബരിമല ശാസ്താവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരിടത്തും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനെപ്പോഴും ജ്ഞാനയോഗ മാർഗങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന ആളും പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുമാണ്. ഭക്തിയെക്കുറിച്ച് സാധാരണയായി ഒരു പ്രഭാഷണങ്ങളും നടത്താറില്ല. വേദാന്തമാണ് മുഖ്യമായി പറയാറുള്ളത്. പക്ഷേ ശബരിമല ശാസ്താവിനെ കുറിച്ച് പറയാൻ ഒരു അവസരം വന്നപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്നെനിക്ക് ഇത് പറയണമെന്ന് തന്നെ തോന്നി. ജ്ഞാനയോഗ മാർഗങ്ങളിലേക്കുള്ള വഴി തുറക്കത്തക്ക വിധത്തിൽ ഭക്തിയെ ഉപയോഗിക്കാൻ ഇനിയെങ്കിലും നമ്മളേവരും ശ്രമിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ എൻ്റെ പ്രദേശങ്ങളിലുള്ളവരെല്ലാം മലയിലേക്ക് വരുന്നത് കെട്ടുമുറുക്കിയുള്ള മഹാ ആഘോഷങ്ങളെല്ലാം നിലച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മറ്റേതിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും, ചൊല്ലിക്കൊണ്ടേയിരിക്കും. പഴയ ആചാരങ്ങളെല്ലാം പോയി, കുരുത്തോല പന്തലെല്ലാം ഇട്ട് ഒരുപാട് ആചാരങ്ങളായിരുന്നു. അതെല്ലാം അങ്ങോട്ട് പോയിട്ട് രാവിലെ മാലയിടുക, വൈകിട്ട് ശബരിമലയിലേക്ക് പോവുക. അവിടെ ആചാരശുദ്ധിയില്ല, ശരീരശുദ്ധിയില്ല, മനഃശുദ്ധിയില്ല. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അശുദ്ധിയും പേറിക്കൊണ്ട് നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നു. അതല്ല വേണ്ടത്. ശബരിമലയിലേക്ക് പോയിട്ട് വരുന്ന ഓരോ ഭക്തരെയും നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കഷ്ടമെന്നാണ് പറയേണ്ടത്. കാരണം എന്തിനു വേണ്ടിയാണോ ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്, അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നീങ്ങാൻ ആരും ശ്രമിക്കുന്നില്ല. ബോധത്തിൻ്റെ വളരെ താഴ്ന്ന തലത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു പൊതു ഗവേഷണം എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തുന്നത് നോക്കുമ്പോൾ 70കളിലെ മനസ്സൂക്ഷ്മത 80കളിലെ ആളുകൾക്കില്ല. 80കളിലെ മാനസിക സൂക്ഷ്മത 90കളിലെ ആളുകൾക്കില്ല. അത് വന്ന് വളരെ താഴ്ന്ന ബോധതലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവരും ഇൻ്റലക്ച്വലി മെച്വേർഡ് ആയിട്ട് മാറി, ബൗദ്ധികമായി പക്വതയുള്ളവരായി മാറി. പക്ഷേ മാനസികമായി, വൈകാരികമായി വളരെ താഴ്ന്ന തലത്തിലേക്ക് പോയി. കാരണം എന്ത്? വേണ്ടുമണ്ണമുള്ള ആചാര അനുഷ്ഠാനങ്ങളില്ല. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ശബരിമലയിലേക്ക് പോകുമ്പോൾ ആ വ്രതശുദ്ധി, പഴനിയിലേക്ക് കാവടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ തൈപ്പൂയ കാവടിയെടുക്കുമ്പോൾ അതിനുള്ള വ്രതശുദ്ധി, അതെല്ലാം ഒരു ഊഴിയം പോക്കാനുള്ള പരിപാടിയായി മാറരുത്. വളരെ സൂക്ഷ്മമായി ഇതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഒരു ചെറിയ കാര്യമാണ് ആഗ്രഹസാധ്യം എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് നമ്മളുടെ ഇഷ്ടദേവത തരുന്നത് വളരെ ഒരു ചെറിയ കാര്യമാണ്. അതൊന്നുമല്ല നമ്മുടെ സാധ്യതകൾ. ഇപ്പോൾ ശബരിമലയിൽ ചെല്ലുമ്പോൾ ഞാൻ വർഷങ്ങളായി കേൾക്കുന്നു, എല്ലാ വർഷവും മൂകരായിരിക്കുന്ന ആളുകൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ സംസാരിക്കുന്നു. ഒരു 82 മുതൽ ഇതിങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ഒട്ടും സംസാരിക്കാത്ത ആളുകൾ സംസാരിക്കുന്നു. അങ്ങനെ കഴിവുകൾ തെളിയുന്നു. പലരും എൻ്റെ മുന്നിൽ വന്ന് പല അനുഭവങ്ങളും പറയാറുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സിൻ്റെ സാധ്യതകളെ പുറത്തേക്കെടുക്കാൻ തന്ത്രശാസ്ത്ര വിധി പ്രകാരമുള്ള ആചാരം കൊണ്ട് സാധിക്കുന്നു. അപ്പം തന്ത്രയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. സഗുണ ബ്രഹ്മോപാസനയെക്കുറിച്ച് ചിന്തിക്കണം. ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഭഗവാനെ കാണാൻ പോകുമ്പോൾ അത്രമാത്രം സൂക്ഷ്മമായ മനസ്സോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ആചാരത്തോടുകൂടി നമ്മൾ എത്തണം. അപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നടപ്പാകും. പക്ഷേ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാത്തതിനാലാണ് നമ്മളിപ്പോൾ ജ്യോത്സ്യന്മാരുടെയൊക്കെ സമീപത്തേക്ക് പോകുന്നത്. അതെന്തുകൊണ്ട്? ഏതെല്ലാം ഘടകങ്ങളാണ് ഞാൻ ആചരിക്കുമ്പോൾ കൂടെ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ എപ്പോഴും
തൻ്റെ തന്നെ സാധ്യതകളെക്കുറിച്ചുള്ള ഒരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ ശമദമാദികൾ അഭ്യസിച്ചിരിക്കണം. ശബരിമലയിലേക്ക് പോകുമ്പോൾ ഭഗവാനെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ആ മന്ത്രം നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്തായിരുന്നു? ശമദമാദികളാണ്. എന്ന് വെച്ചാൽ മനോനിഗ്രഹം നടത്തി മലയിലെത്തുന്നത് വരെ, അവിടെ സന്നിധാനത്തെത്തുന്നത് വരെയുള്ള ദൃശ്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, മുള്ളൻ പന്നിയെ കണ്ടു, മറ്റ് ജീവികളെ കണ്ടു എന്നൊക്കെ തിരിച്ചു വന്നതിന് ശേഷം പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ആ മന്ത്രത്തിൽ ലയിച്ചാണ് സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞു പോയത്. അവിടെ ബോധമനസ്സിൻ്റെ ലയം സംഭവിച്ചു, മനോനിഗ്രഹം സംഭവിച്ചു. മനോനിഗ്രഹം സംഭവിച്ചു, ബാഹ്യേന്ദ്രിയ നിഗ്രഹവും സംഭവിച്ചു. കണ്ടതൊന്നും കാണുന്നില്ല. ഏതാണോ ലക്ഷ്യം, ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശക്തമായി ശ്രമിക്കുമ്പോൾ ബാഹ്യകാര്യങ്ങൾ നമ്മൾ കാണാതെയാകും. പരീക്ഷയ്ക്ക് തലേ ദിവസം പണ്ടുകാലത്തൊക്കെ കുട്ടികളെ കടകളിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ പരീക്ഷ എന്നുള്ള തീവ്രമായ ചിന്തയിലായിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ വഴിയിൽ കണ്ട കാര്യങ്ങൾ ഒന്നും നമ്മുടെ ഓർമ്മയിലില്ല. പിറ്റേന്നായിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നത്, നിന്നെ വഴിയിൽ വെച്ച് കണ്ടു, നീ എന്നെ കണ്ടോ? ഞാൻ കണ്ടതേ ഇല്ല. കാരണം കണ്ണുകൊണ്ട് നോക്കിയെങ്കിലും മനസ്സ് കണ്ണിനോടൊപ്പം ചെന്നില്ല. ലക്ഷ്യം പരീക്ഷയായിരുന്നു. വീട്ടിൽ ആരും ഇല്ലാത്തതിനാൽ നമ്മൾ കടയിൽ പോയത് മാത്രം. ഇതുപോലെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള തീവ്രമായ ഇച്ഛയിൽ നീങ്ങുന്ന ആളിന് നടക്കുന്ന സംഭവമാണ് ശമവും ദമവും. ഈ ശമവും ദമവും അഭ്യസിക്കുക മാത്രം ചെയ്താൽ മതി. ഏതൊരു വ്യക്തിയുടെയും അനന്ത സാധ്യത പുറത്തേക്ക് വരും. ആ ഏതൊരു വ്യക്തിയുടെയും അനന്ത സാധ്യത പുറത്തേക്ക് വരണമെങ്കിൽ എന്തു വേണം? ഇഷ്ടദേവത ഉപാസന വേണം. സൂക്ഷ്മ ശരീരമാകുന്ന ഈ മനസ്സിന്, സ്ഥൂല ശരീരമാകുന്ന ഈ കാണപ്പെടുന്ന ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ തന്നെ ഭക്ഷണം ആവശ്യമാണ്. അതിനാണ് മന്ത്രജപവും ഇഷ്ടദേവത ഉപാസനയും. സൗന്ദര്യബോധം കൂടുതലുള്ളവർ സൗന്ദര്യാധിഷ്ഠിതമായ രൂപങ്ങളെ ആരാധിക്കുന്നു. മൂകമായ ഭാവമുള്ളവർ, അല്ലെങ്കിൽ ഒരു നിർഗുണാവസ്ഥ കൂടുതൽ സ്വീകരിച്ചിരിക്കുന്നവർ, ജന്മസിദ്ധമായുള്ളവർ അതിനനുസരിച്ചുള്ള ദേവതകളെ കണ്ടെത്തുന്നു. ഇതുപോലെ അനവധി ഇഷ്ടദേവതകളെ, അനവധി രൂപങ്ങൾ, 33 കോടി ദേവതകളെ ഉണ്ട്. 33 കോടി മനസ്സുകൾക്കാണത്. എണ്ണമറ്റ മനസ്സുകൾക്ക് എണ്ണമറ്റ രൂപങ്ങളെ ആരാധിച്ചുകൊണ്ട് അവനവൻ്റെ സാധ്യതയുടെ അനന്തതയിലേക്ക് പോക്കാണ് ആധ്യാത്മിക ദർശനത്തിൻ്റെ ആകത്തുക. നമ്മുടെ സാധ്യതകളെ തിരിച്ചറിയാൻ വേണ്ടി ആണ് നമ്മൾ ഈ ജപവും തപവും ഇഷ്ടദേവത ഉപാസനയും എല്ലാം ചെയ്യുന്നത്. ഇഷ്ടദേവത ഒരെണ്ണം തന്നെ വേണമെന്നില്ല. ഒരേ കാലയളവിൽ പലതും നമ്മൾ മാറി മാറി ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്നും ഒരേ ഭക്ഷണമല്ലല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അഭീഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ, ആഹാരം ശരീരത്തിന് ആവശ്യമുള്ളതുപോലെ തന്നെ മനസ്സിനും അത്തരം ഒരു മാറ്റം ആവശ്യമാണ്. നമ്മൾ ആരാധനയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഈ ഭഗവാൻ ശാസ്താവിൻ്റെ ഈ സമീപത്തേക്ക്, ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുമ്പോൾ പ്രഭാഷണത്തിനെ വളരെയേറെ മൂർച്ചപ്പെടുത്താൻ, ഭക്തി എന്ന വികാരത്തിൻ്റെ ഒരു രസാസ്വാദനത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ധാരാളം കഥകളൊക്കെ പറഞ്ഞ് രസിപ്പിക്കാം. പക്ഷെ അതിനതീതമായിട്ട് ഇതിലെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാതെ പോകുന്നതാണ് ഹൈന്ദവർക്ക് വരുന്ന ഏറ്റവും വലിയ നാശം. എന്തിനു വേണ്ടി ഞാനിത് ചെയ്തു? എന്തിനൊക്കെ ഞാനിത് ചെയ്യണം? ഇത് ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രയോജനം എന്ത്? ഇതെല്ലാം അറിയണം. ഒരാൾ ചോദിക്കുന്നു, നീ ഇത്രയും നാളും ജപിച്ചിട്ട് നിനക്ക് എന്ത് ലഭിച്ചു? നീ ഇത്രയും നാളും ഭജിച്ചിട്ട് എന്ത് ലഭിച്ചു? നീ ഇത്രയും നാളും വ്രതം നോക്കിയിട്ട് എന്ത് ലഭിച്ചു? അതിലും നല്ലത് മറ്റുള്ള പലതുമല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധാരണഗതിയിൽ കുറച്ച് കാര്യങ്ങൾ വേണം. അതിന് വലിയ ബോധാതീതത്തെക്കുറിച്ചുള്ള വേദാന്ത ദർശനങ്ങളുടെ അനന്തമായ ആശയങ്ങളൊന്നും വേണമെന്നില്ല. പാരമാർത്ഥിക തലത്തെക്കുറിച്ചുള്ള വലിയ ബോധം വേണമെന്നൊന്നുമില്ല. എനിക്ക് ലഭിക്കുന്നത് ഇതാണ്. എൻ്റെ ഭക്തിയിലൂടെ, എൻ്റെ ഭജനയിലൂടെ, എൻ്റെ ധ്യാനത്തിലൂടെ, എൻ്റെ ജപത്തിലൂടെ
ഇത്രയും കാര്യങ്ങൾ എനിക്ക് ലഭിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതിനുവേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ സൂക്ഷ്മതയോടെ, ചിന്തയോടെ, വീണ്ടും ആവർത്തനമില്ലാത്ത രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്നലത്തേക്കാൾ സൂക്ഷ്മമായ വ്രതനിഷ്ഠ, ഇന്നലത്തേക്കാൾ സൂക്ഷ്മമായ ഭക്തി, അനുനിമിഷം, അനുദിനം, അനുനിമിഷം ഓരോ വാക്കുകളും ബോധപൂർവം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഓരോ പ്രവൃത്തിയും ബോധപൂർവം ആയിരിക്കണം. നമ്മൾ എല്ലാ വർഷവും മലയ്ക്ക് പോകുന്നു. ചിലരാണെങ്കിൽ ഈ അടുത്ത സമയത്ത് ഞാനൊരാളിനെ കണ്ടെത്തി, അയാൾ എല്ലാ മാസവും ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ശബരിമലയ്ക്ക് എല്ലാ മാസവും പോകുന്ന ആള് എന്തൊക്കെയാണ് അവിടുന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു വിനോദത്തിന് പോകുന്ന പോലെയാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ വളരെയേറെ മൂഢനായ മനുഷ്യനാണ്, സംസ്കാരം ലെവലേശനില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലവും ശബരിമലയ്ക്ക് പോകുന്നതുകൊണ്ട് എന്താണ് ഉൾക്കൊണ്ടത് എന്ന് വെച്ചാൽ, ബാഹ്യമായ ഒരു ആവിഷ്കാരം മാത്രമാക്കി നമ്മൾ ഭക്തിയെ കൊണ്ട് നടക്കരുത്. പ്രത്യേകിച്ച് ഹൈന്ദവ സ്ത്രീകളെ നോക്കൂ, പുരുഷന്മാരെ അപേക്ഷിച്ച് ബോധവികാസം വളരെ തുലോം കുറവാണ്. നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇവർ ഇത്രമാത്രം ബോധഹീനരായിരിക്കുന്നു എന്നറിയുന്നത്. കാരണം 70കളിലോ 80കളിലോ വെറും അടുക്കളയിൽ മാത്രം നിന്നിരുന്ന സ്ത്രീയുടെ ബോധം പോലും ഇന്നൊരു അധ്യാപികയ്ക്ക് പോലും ഇല്ല. കാരണം എന്താണ്? ഈ ബൗദ്ധികമായ വിഷയങ്ങളുടെ ആഴങ്ങൾ ഗ്രഹിക്കുമ്പോൾ ചിന്താപരമായ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോവുകയാണ്. ചിന്താപരമായ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോകുന്ന എന്തുകൊണ്ടാണ്? ശക്തമായ അനുഭവ സമ്പത്തില്ലാത്തത് കൊണ്ടാണ്, വ്യാപകമായി പ്രവർത്തനത്തിന് ഇറങ്ങാത്തത് കൊണ്ടാണ്. അവിടെ സുഖം, നമ്മൾ ഈ സുഖത്തിൻ്റെ പരമകോടിയിലേക്ക് പോകുമ്പോൾ ചിന്തയുടെ സാധ്യതകൾ വേണ്ടാതെയാവുകയാണ്. നമ്മൾ വെള്ളം കോരിയാലേ ഇന്ന് അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒക്കൂ എന്നുണ്ടെങ്കിൽ വെള്ളം കോരും, അതൊരു പരിശ്രമമാണ്. ബാഹ്യമായ സൗകര്യങ്ങൾ അനന്തമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിൽ ഭക്തി വെറും ബാഹ്യവും ഉപരിപ്ലവവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ പോകുന്നു, സപ്താഹം നടക്കുന്നു, ഉച്ചയ്ക്ക് ഉണ്ണാം, കുറേ പുട്ടിലിലും പാത്രത്തിലും ഒക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടുവരാം, കഴിയുമ്പോൾ എല്ലാവരും പോകുന്നു. അവിടെ കഴിഞ്ഞ ആഴ്ച ഞാനൊരു സപ്താഹ വേദിയിലിരിക്കുമ്പോൾ ഒരു സന്യാസി പ്രഭാഷണം നടത്തുന്നു. സ്ത്രീകൾ വളരെ മ്ലേച്ഛമായിട്ട് സംസാരിക്കുന്നത്, ഈ മനുഷ്യൻ കുറച്ചു നേരമായി തുടങ്ങിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടൊന്ന് പോയിരുന്നെങ്കിൽ, കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം സദ്യ ഉണ്ണാൻ. പിന്നെ ഈ സാമ്പാർ എവിടെ ഒഴിച്ചു, മുളക് കൃഷി എവിടെ ഒഴിച്ചു, വഴക്ക്. അവിയൽ, അവനോട് ഞാൻ പറഞ്ഞത് അവിയൽ ഇവിടെ വെക്കാവുന്ന, അവൻ ഈ മല്ലിത്തൂക്കിനകത്ത് ഇത് ഒഴിച്ചു വെച്ചു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ഇത്രമാത്രം തരം താണുകൊണ്ടിരിക്കുകയാണ്. യാതൊരു വിധത്തിലും നമ്മളിപ്പോൾ എല്ലാം വെറും മാംസപിണ്ഡങ്ങളായി മാറുകയാണെന്ന് തോന്നുന്നു. കാരണം ഒരു വിഷയവും സൂക്ഷ്മമായി സംസാരിക്കുന്നവരില്ല, എല്ലാം ഉപരിപ്ലവമാണ്. നമ്മൾ ഭക്തിയാണെങ്കിലും വേദാന്തമാണെങ്കിലും സാധാരണ കാര്യങ്ങളാണെങ്കിലും നാട്ടറിവാണെങ്കിലും, നാട്ടറിവുകളൊന്നുമേ ഇല്ല. 70 വയസ്സിന് താഴോട്ടുള്ളവരെ ഒന്ന് നോക്കിയാൽ വളരെയേറെ നാട്ടറിവുകളുള്ളവർ കുറവാണ്. മലയാളികളാണോ ഇതെന്ന് സംശയിക്കും. കാരണം ഒത്തിരി പഴയ ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ഇപ്പോഴത്തെ ആളുകളെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇവരെത്രമാത്രം ബോധഹീനരായി മാറിയിരിക്കുന്നു എന്നറിയുന്നത്. നമ്മൾ ഒരു ഭക്തിപരമായ പ്രഭാഷണം, കഥ കേൾക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ ആത്യന്തിക വികാസത്തിന് നമ്മൾ ഹൈന്ദവർ ഈ കാര്യങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ചിന്തിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഓരോ നിമിഷവും ബോധവികാസത്തിന് വേണ്ടിയായിരിക്കണം. അതിനുവേണ്ടി നമ്മളുടെ കുടുംബങ്ങളിൽ തുടങ്ങണം പരിശ്രമം. ജപം കുറഞ്ഞു, പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലുമുള്ള ജപമേ ഇല്ലാതായി. പണ്ട് കർഷക കുടുംബങ്ങളും ലോവർ മിഡിൽ ക്ലാസ്സും എല്ലാം വൈകുന്നേരങ്ങളിൽ മാത്രമേ, കാരണം അവരുടെ ജോലി ക്ഷീണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സന്ധ്യയിലാണ് ജപമെങ്കിൽ, ക്ലാസിക്കൽ സമൂഹങ്ങളിൽ എന്ന് വെച്ചാൽ മറ്റെല്ലാ സുഖങ്ങളുമുള്ള സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് സാക്ഷര സമൂഹങ്ങളിൽ അക്കാലത്ത് പ്രഭാത സന്ധ്യയിലും ജപമുണ്ട്. വെളുപ്പിന് ജപിക്കണം. 2:45 തുടങ്ങുന്ന ആൽഫ ലെവൽ ബ്രെയിനിൽ 7-7:30 വരെ കാണും. ആ 2:45 to 3:15 ഏറ്റവും കൂടുതൽ നമ്മളുടെ ബോധവികാസത്തിന് വേണ്ടുന്ന ആശയങ്ങൾ തലയിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതായ സമയം. ഈ സമയം ശുഭകാര്യങ്ങൾ ചിന്തിക്കുക,
ഒരുപാട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, ഒരുപാട് ബോധ മനസ്സിനെ മറികടന്നുകൊണ്ട് അബോധ മനസ്സിൻ്റെ അനന്തതയിൽ കിടക്കുന്ന അനേക കോടി സാധ്യതകളെ പുറത്തേക്കെടുക്കാനായി അതിനു പറ്റിയ വൈദിക മന്ത്രങ്ങളും കാമ്യ മന്ത്രങ്ങളും താന്ത്രിക മന്ത്രങ്ങളും എല്ലാം ഉച്ചരിച്ചു കൊണ്ടേയിരിക്കുക. ഇതെല്ലാം ചെയ്ത് 7:30 വരെയുള്ള സമയമാണ് നമുക്കുള്ളത്. ഈ 7:30 വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മൾ എന്തെല്ലാം പറയുന്നുവോ, ജപിക്കുന്നുവോ, കേൾക്കുന്നുവോ അതെല്ലാം നമ്മുടെ വ്യക്തിത്വമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് ഉണർന്നിരുന്ന് ഏത് കുഞ്ഞിനെയും നമ്മൾ ശ്രദ്ധിക്കൂ. എല്ലാ കുഞ്ഞുങ്ങളും 4:30-5 മണിക്കുള്ളിൽ ഉണരും. നമ്മൾ മറ്റുള്ളവർ അതിനെ കിടർത്തി ഉറക്കും. 3:15, 4:30, 5 മണി, 5:30 ഇതിനുള്ളിൽ ഏത് കുഞ്ഞും ഉണർന്നിരിക്കും. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ അനന്ത സാധ്യതയെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കും. ആ സമയത്താണ് നമ്മുടെ ബോധത്തിൻ്റെ ഏറ്റവും വികാസത്തിന് പറ്റിയ സമയം. ആ സമയങ്ങളിൽ എഴുന്നേറ്റിരുന്നാണ് നമ്മൾ നമ്മുടെ ഇഷ്ടദേവതാ മന്ത്രങ്ങളെല്ലാം ഉരുവിടേണ്ടത്. 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത് ശുഭകരമായ കാര്യമാണെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിനെ അനന്തമായി വികസിപ്പിക്കും. ദോഷകരമായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ തകർന്നുകൊണ്ടുമിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദോഷകരമായ കാര്യങ്ങൾ ആ സമയത്ത് ചിന്തിക്കാൻ പാടില്ല. അതിനാണ് വേദീയ ശിക്ഷകളുള്ളത്. ശുക്ല യജുർവേദത്തിലും അഥർവ വേദത്തിലുമൊക്കെ ഒരുപാട് ശിക്ഷകളാണ്. ശിക്ഷകളെന്ന് വെച്ചാൽ നമ്മുടെ ബോധവികാസത്തിന് വേണ്ടുന്ന ആശയങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയ പേരിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വരുമ്പോൾ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു. നമ്മുടെ മഹർഷിമാർ ഇത്തരം മഹനീയമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവ നമ്മൾ വീണ്ടും വണ്ണം സ്വീകരിച്ചാൽ മാത്രം മതിയാകും. ഒരു കുഞ്ഞിനും ബൗദ്ധികമായി പിന്നിലാകാൻ സാധ്യതയില്ല. കാരണം അവൻ ഈ പ്രഭാത സമയത്ത് സൂര്യോദയത്തിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് ശുഭമായ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. എന്തുകൊണ്ടാണ് നമ്മളുടെ ഹിന്ദുക്കൾക്കിടയിൽ ഇപ്പോഴും ഉച്ചനീചത്വം നിലനിൽക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കണ്ണടച്ചൊഴിവാക്കാനാവാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എനിക്ക് ഈ ദിക്കിലൊക്കെ ആണോ എങ്ങനെയാണെന്ന് അറിയില്ല, പലയിടത്തും ചെല്ലുമ്പോഴത് കാണാം. ഉച്ചനീചത്വങ്ങൾ ഇപ്പോഴുമുണ്ട്. എന്ന് വെച്ചാൽ ആ ഉച്ചത്തിൽ നിൽക്കുന്നവരുടെ കുഴപ്പമല്ല, നീചത്തിൽ നിൽക്കുന്നവരുടെ കുഴപ്പമാണ്. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞങ്ങൾ കഴിവില്ലാത്തവരാണ്, ഞങ്ങൾ കുറഞ്ഞ ജാതിക്കാരാണ്, ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്, ഞങ്ങൾ മറ്റുള്ളവരുടെ ചവിട്ടുകൊണ്ട് വളരേണ്ടവരാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് തലമുറകളായിട്ടാണ്. അതിനെ മാറ്റാനായിട്ടാണ് നമ്മൾ മന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടത്, ചിന്തകളെ ഉപയോഗിക്കേണ്ടത്. ഞാൻ എന്താണെന്ന് പറയുന്നുവോ അതായി മാറും ഞാൻ. നിങ്ങൾ എന്താണെന്ന് പറയുന്നുവോ അതായി മാറും നിങ്ങൾ. നിങ്ങളുടെ സാധ്യത ഈ ലോകത്തോളമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ നിങ്ങൾ അത്രമാത്രം വളരും. നിങ്ങളുടെ സാധ്യതകൾ ഒരു ചെറിയ വൃത്തത്തിലുള്ളതാണെന്ന് ചിന്തിക്കുന്നുവോ നിങ്ങൾ അത്രമാത്രം ചെറുതായിരിക്കും. നമ്മൾ എന്താണ് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക? മഹനീയമായ കാര്യങ്ങളൊന്നും പറഞ്ഞു പഠിപ്പിക്കില്ല. ഒരു ജോലി, ഒരു വിവാഹം, ഒരു വീട്, ഇത് കുറച്ച് ആഡംബരം. എത്ര ചെറിയ കാര്യത്തെയാണ് മഹാകാര്യമെന്നൊരു കുഞ്ഞിൻ്റെ തലയിലേക്ക് പറഞ്ഞു വെച്ചു കൊടുക്കുന്നത്. എത്രയോ ചെറിയ കാര്യമാണ് പറഞ്ഞു വെച്ചു കൊടുക്കുന്നത്. ഇത് മാത്രമാണോ സാധിക്കുന്നത്? ഇത് ഏറ്റവും ചെറിയ കാര്യമല്ലേ? ഏറ്റവും ചെറുതായ ഒരു കാര്യമാണ്. ഒരു വ്യക്തി, ഞാൻ പലപ്പോഴും പല പ്രഭാഷണ വേദികളിലും ഈ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്, എല്ലാം മനുഷ്യക്കുഞ്ഞും ഒരു ആനക്കുഞ്ഞാണ്. എന്ന് വെച്ചാൽ അനന്ത സാധ്യതകളാണ്. ഒരു ആനക്കുട്ടിയോട് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നീ ഒരു ഉറുമ്പും കുഞ്ഞാണെന്ന്. നമ്മൾ ചെയ്യുന്ന അങ്ങനെയാണ്. ഒരു ആനക്കുട്ടി നടന്നു വരുന്നു, അതിനോട് പറഞ്ഞു വെച്ചു കൊടുക്കുകയാണ് നീ ഒരു ഉറുമ്പിൻ കുഞ്ഞാണെന്ന്. അങ്ങനെ ആനക്കുട്ടിയുടെ ബോധം എന്തിൻ്റെതായി? ഉറുമ്പിൻ കുഞ്ഞിൻ്റെതായി. അപ്പോൾ ആനക്കുട്ടിയുടെ ചിന്ത എന്താണ്? ഞാനൊരു ചെറിയ ഉറുമ്പാണെന്നാണ് വിചാരം. അങ്ങനെ നീങ്ങുമ്പോൾ ആ ആനക്കുട്ടിക്ക് എന്താണ് ചിന്ത? ഒരു ഉറുമ്പല്ലേ ഞാൻ, എനിക്ക് ചെറിയ കാര്യങ്ങളെ ചെയ്യാനൊക്കെ. അനാഥാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സമൂഹമാണ്. ഇവിടുത്തെ സാധ്യതകളെ തിരിച്ചറിയുന്നില്ല. ഇനിയും വിദേശ രാജ്യങ്ങളിൽ പോയാലോ അവിടെ പോയി ചടഞ്ഞുകൂടാനല്ല നമ്മൾ പോകേണ്ടത്. അവിടുത്തെ സാധ്യതകൾ അങ്ങേയറ്റം ഉപയോഗിക്കാനായിട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് പോയി അവിടെ പോയി നമ്മൾ അവിടെ ഒതുങ്ങിക്കൂടുന്ന സമ്പ്രദായമാണ് കാണുന്നത്. ഈ വസുധയെ
ഒരു കുടുംബമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല. വസുധൈവ കുടുംബകം എന്ന ആശയം നമ്മൾ പണ്ടേ മറന്നു കളഞ്ഞിരിക്കുന്നു. ഈ വസുധയാണ്, ഈ ഭൂമിയാണ് എൻ്റെ, ഈ ഭൂഗോളമാണ് എൻ്റെ വീട്. ഒരു മുറിയിലെ കാലാവസ്ഥ അനുയോജ്യമല്ല എങ്കിൽ മറ്റൊരു മുറിയിലേക്ക് പോയിരുന്ന് അവിടുത്തെ സുഖകരമായ കാലാവസ്ഥയിൽ ജീവിക്കും, ഉറങ്ങും എന്ന് ചിന്തിക്കേണ്ടത് പോലെയാണ് നമ്മൾ കാണേണ്ടത്. ഓരോ രാജ്യവും മറ്റൊരു മുറി പോലെയുള്ളൂ. ഒരു ഹൈന്ദവന്, ഒരു ഭാരതീയന്, ഭാരതത്തിൻ്റെ ചിന്ത ഏതാണ്? ഈ ഭൂഗോളം എൻ്റെ വീടാണ്, എൻ്റെ കുടുംബമാണ്, ലോകമേ തറവാട്. എനിക്ക് ഏത് രാജ്യത്തും പോകാം, എപ്പോൾ വേണമെങ്കിലും പോകാം, എൻ്റെ സാധ്യതകൾ അനന്തമാണ് എന്നാണ് ഉപനിഷത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്, എന്നാണ് എല്ലാ ദർശനങ്ങളും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഭാരതീയ ദർശനങ്ങൾ 6 നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അനന്ത സാധ്യതയിലേക്കാണ്. ഈ അനന്തം 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 ഈ വാക്കുകൾ എത്ര പറഞ്ഞാലും തീരുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെയും സാധ്യതകൾ എങ്ങും ഒന്നിലും ഒതുങ്ങുന്നില്ല. ഇതിൻ്റെ ആദ്യ പടി, ഇത് തിരിച്ചറിയാനുള്ള ആദ്യ പടിയിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഭക്തിയുമല്ല. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത്, ജനിക്കുന്നത് അമ്പലത്തിലാവുന്നത് കൊള്ളാം, പക്ഷേ മരിക്കുന്നത് അമ്പലത്തിലാകരുതെന്ന്. ബോധവികാസത്തിൻ്റെ പ്രാഥമിക തലങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തി അവിടെ തന്നെ ഇരിപ്പുറപ്പിക്കാതെ ഇനിയും അതിൻ്റെ സാധ്യതകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. ആ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും ജപിക്കുക. എൻ്റെ സാധ്യതകളെ മൊത്തം പുറത്തേക്ക് ഞാൻ എടുക്കും. ഈ ജന്മത്തിൽ ഞാൻ കുറച്ചേ ചെയ്തു വെച്ചുള്ളൂ എങ്കിൽ അടുത്ത ജന്മത്തിൽ ബാക്കി ചെയ്യാനായിട്ട് ഞാൻ ജനിക്കും. നിങ്ങളേവരും, ഞാനുമൊക്കെ അങ്ങനെ തന്നെയാണ്. പൂർവ്വജന്മത്തിൻ്റെ ബാക്കി പത്രവുമായി ഈ ജന്മത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ജന്മത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സാധ്യതകൾ, നമ്മൾ കുറച്ച് ദേശാടന കിളികൾ ഏതോ ഒരു തുരുത്തിലേക്ക് ചേക്കേറുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ആ ശരീരം അവിടെ ഇട്ടിട്ട് നമ്മൾ പറന്നു പോകുന്നു അദൃശ്യമായി. മറ്റൊരു തുരുത്തിലേക്ക് ഏതോ ഒരു കാലത്ത് നമ്മൾ എത്തുന്നു, അവിടെ ഒരു ശരീരം സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ പക്ഷി അവിടെ എത്തിയിരിക്കുന്നു. വീണ്ടും അന്നെന്നോ കണ്ടിട്ടുള്ളവരും പണ്ടുള്ളവരാരുമല്ല കൂടെയുള്ളത്, പക്ഷേ നമ്മളിതെല്ലാം സ്വന്തമാണെന്ന് ധരിക്കുന്നു. പൂർവ്വജന്മത്തിലെ ആരുമല്ല ഈ ജന്മത്തിൽ നമുക്കുള്ളവർ. ചിലപ്പോൾ പൂർവ്വജന്മത്തിൽ ശത്രുക്കളായിരിക്കും, മാതാപിതാക്കളോ മക്കളോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ സ്വജനങ്ങളോ സ്വജാതിക്കാരോ സ്വദേശക്കാരോ ഒക്കെ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണല്ലോ ചിലർ പറയും, അമ്മയെ കൊണ്ട് ദുരിതം, അച്ഛനെ കൊണ്ട് ദുരിതം, മക്കളെ കൊണ്ട് ദുരിതം, എങ്ങനെയും ഉണ്ടാകാറുണ്ട്. പൂർവ്വജന്മത്തിലെ ശത്രുക്കൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ജനിക്കും. ഇതുപോലെ ജന്മജന്മാന്തരങ്ങൾ നമ്മളിങ്ങനെ ജനിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാഡീ ജ്യോതിഷത്തിലുമൊക്കെ അങ്ങനെ കാണാമല്ലോ. ജന്മാന്തരങ്ങൾ ഇങ്ങനെ ധാരാളമാണ്. 7 ജന്മം വരെയൊക്കെ ചിലരുടെ അറിയാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ഒന്നും നേടുന്നില്ല എന്ന് ധരിച്ചുകൊണ്ട് ജീവിക്കാതെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഗുണങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും അതിൽ ഒതുങ്ങിക്കൂടാതെ, നിരാശപ്പെട്ട് അമർന്നിരിക്കാതെ നമ്മൾ സടകുടഞ്ഞെഴുന്നേൽക്കണം, സൂക്ഷ്മമായി ജീവിച്ചു കൊണ്ടിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, അനവരതം പ്രയത്നിച്ചു കൊണ്ടിരിക്കണം, ഭഗവാനെ സാക്ഷി നിർത്തി. അവിടെയാണ് ഭക്തിയുടെ പ്രാധാന്യം. നമ്മൾക്ക് ഒരുപാട് ദുഃഖം വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉപബോധ മനസ്സിലെ പ്രാരബ്ധ കർമ്മങ്ങളെല്ലാം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അവിടെ വെച്ചൊക്കെ നമ്മൾ തളർന്നു വീഴാൻ തുടങ്ങും. അപ്പോഴൊക്കെ നമ്മൾ നല്ല ഒരു ഭക്തയായി ഭഗവാന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ട്, ഭഗവാനെ നീ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം. വീണ്ടും നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾക്ക് ആ ദുരിതം ആ ഏരിയയിൽ, ആ ഭാഗത്തുണ്ടാവില്ല. ഏതൊരു പ്രവൃത്തിയും സൂക്ഷ്മമായി ചെയ്യുമ്പോൾ ഇന്നലത്തെ ബുദ്ധിമുട്ടുള്ള തലം ഇന്നത്തെ നിസ്സാര തലമാണ്. ഇന്നത്തെ ബുദ്ധിമുട്ടുള്ള തലം നാളെ നിസ്സാര തലമാണ്. അങ്ങനെയാണല്ലോ നമ്മൾ സൈക്കിൾ പഠിക്കുമ്പോൾ പോലും. ആദ്യകാലത്ത് നമ്മൾ വളരെ ബുദ്ധിമുട്ടി ആണ് സൈക്കിളിൽ ഒന്ന് കയറിയതെങ്കിൽ പിന്നെ കൈവിട്ടും ചവിട്ടും വളവൊക്കെ ഏണുകൊണ്ട് ഇങ്ങനെ തിരിച്ചൊക്കെ വിടും. എന്തും ചിന്തിച്ച് ചവിട്ടും, പാട്ട് പാടിക്കൊണ്ട് പോകും. അതുപോലെയാണ് കാറും ഒക്കെ തന്നെ. അപ്പോൾ പ്രാരംഭത്തിൽ ഓരോ ഘട്ടത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ, ആയാസം മറ്റൊരു സമയത്തെ നിസ്സാരമായ കാര്യമായി മാറിക്കൊണ്ടിരിക്കും. അവിടെയൊക്കെ വെച്ച് സാധ്യതകളുടെ ആഴങ്ങളിലേക്ക് പോകാൻ ഭഗവാനെ നീ എന്നെ രക്ഷിക്കൂ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നീ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്കിനി അടുത്ത തലങ്ങളെ അറിയാൻ ഒക്കാതെ വരുന്നു. എനിക്കിനിയും എൻ്റെ സാധ്യതകളെ അറിയേണ്ടതുണ്ട്
എന്നാണ് നമ്മൾ യുവാക്കളും ഗൃഹസ്ഥരും ചിന്തിക്കേണ്ടത്. ഇതെല്ലാം നിറഞ്ഞു കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തുമ്പോഴേക്ക് പുതിയ തലമുറയ്ക്ക് മാർഗോപദേശം കൊടുക്കുന്നവരായി വാനപ്രസ്ഥാശ്രമികളായിട്ട് നമ്മൾ നിലകൊള്ളണം. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ഭാവങ്ങളിൽ 25 വയസ്സ് വരുന്ന ബ്രഹ്മചര്യാശ്രമം എന്ന് വെച്ചാൽ സ്റ്റുഡൻറ് ലൈഫാണ്, പഠന സമയമാണ്. ശക്തമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 8 വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഭ്രമിപ്പിക്കും. ആ 8 വിധത്തിലുള്ള കാര്യങ്ങൾ മനസ്സിനെ ഭ്രമിപ്പിക്കുമ്പോൾ നമുക്ക് സൂക്ഷ്മമായി നമ്മുടെ ബോധത്തിനെ വികസിപ്പിക്കാൻ സാധിക്കാതെ വരും. ബോധത്തിൻ്റെ അനന്ത തലങ്ങളെ അറിയാനൊക്കാതെ വരും. അപ്പോഴും നമ്മൾക്കൊരു ബ്രഹ്മചര്യമുണ്ട്. അഷ്ടവിധ മൈഥുന ത്യാഗ ബ്രഹ്മചര്യം. ബ്രഹ്മചര്യത്തിൻ്റെ അർത്ഥം വാനപ്രസ്ഥാശ്രമത്തിന് മുമ്പ് സ്റ്റുഡൻറ് ലൈഫിൽ അങ്ങനെയാണ്. അഷ്ടവിധ മൈഥുന ത്യാഗ ബ്രഹ്മചര്യം. 8 വിധത്തിലുള്ള കാര്യങ്ങൾ, മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന 8 വിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നീ തൽക്കാലം ഒന്ന് മാറി നിൽക്കൂ. എന്നേക്കുമല്ല, തൽക്കാലം ഒന്ന് മാറി നിൽക്കൂ. എങ്കിൽ മാത്രമേ നിനക്ക് ഈ ലക്ഷ്യം സാധൂകരിക്കാൻ സാധിക്കൂ. ലോകത്തിലെ ഏത് വലിയ വിജയം നേടിയവരും അങ്ങനെ തന്നെ പോകുന്നവരാ. മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടിയുറപ്പിച്ച് പോവുക. പക്ഷെ ഇവിടെയൊക്കെ വെച്ച് നമ്മൾ മനസ്സ് വല്ലാതെ ഭ്രമത്തിലാകും, ദുഃഖത്തിലേക്ക് വീഴും. അവിടെ വെച്ചൊക്കെ തളരാതെ തകരാതെ അടുത്ത തലങ്ങളിലേക്ക് പോകാനായിട്ട് നമ്മളെ ഇഷ്ടദേവത ഉപാസന കൂട്ടുപിടിക്കണം. ഇഷ്ടദേവത ഉപാസനയിലൂടെ നീങ്ങിയാൽ മാത്രമേ ചഞ്ചല ചിത്തരാകാതിരിക്കും. നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരും. ഒന്നാമത്, പൂർവ്വജന്മ പ്രാരബ്ധം ഇറങ്ങി വരുന്ന എവിടെ വെച്ച് എങ്ങനെ എപ്പോഴെന്ന് ഒരിക്കലും അറിയാനൊക്കെയില്ല. പൂർവ്വജന്മത്തിലെ പാപകർമ്മങ്ങളൊക്കെ നമ്മൾക്ക് ഈ ജന്മത്തിൽ വലിയൊരു ശാപമായി, ദോഷമായി നമ്മളുടെ പിന്നാലെ വരും. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന ഈ രണഭൂമിയിൽ യുദ്ധം ചെയ്ത് വിജയിക്കണം. അതിനുവേണ്ടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, അതിനു വേണ്ടുന്ന ആചാരങ്ങൾ ചെയ്യുന്നു. ചിലപ്പോൾ ജപം തന്നെ നമുക്ക് ഫലപ്രദമാവണമെന്നില്ല, ജപിച്ച് തന്നെ എല്ലാം നേടാമെന്ന് ധരിക്കാം. അപ്പോഴാണ് നമ്മളൊരു ജ്യോതിഷിയുടെ സാമീപ്യമോ അല്ലെങ്കിൽ ഒരു ആചാര്യൻ്റെ സാമീപ്യമോ ഒക്കെ തേടുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്യണം, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് സാധിച്ചെടുക്കേണ്ടത്, എനിക്ക് ഇന്ന രീതിയിൽ പഠിക്കണം, എനിക്ക് IAS പാസ്സാകണം, എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാകണം, അല്ലെങ്കിൽ എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതക്കാരനാകണം. അങ്ങനെ എന്തും തെറ്റല്ല, അത് ആഗ്രഹ പൂർത്തീകരണം തെറ്റല്ല, അത് രാജസികമായ യജ്ഞമാണെന്നൊക്കെ പറയും. അതിനെ അത്ര നിസ്സാരമായി തള്ളേണ്ടതില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ശക്തമായി ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. പക്ഷേ അവിടെ വെച്ച് മനസ്സിന് തളർച്ച വരാതിരിക്കാൻ മനസ്സിൻ്റെ ആഹാരമായിരിക്കുന്ന ഇഷ്ടദേവത ഉപാസന ചെയ്യണം. കാണപ്പെടുന്ന ശരീരത്തിന് ഇന്ന് നമുക്ക് പുളിശ്ശേരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ സാമ്പാറാണ് ഇഷ്ടം എന്ന് പറഞ്ഞതുപോലെ കാണപ്പെടാത്ത ശരീരമാകുന്ന മനസ്സിന് ബോധതലത്തിൽ അപ്പുറമുള്ള കാര്യത്തിന് നമുക്ക് ആഹാരം ആവശ്യമാണ്. സൗന്ദര്യബോധമുള്ളവർ ശ്രീകൃഷ്ണനെയോ യക്ഷിയെയോ ഗന്ധർവനെയോ അതുപോലെയുള്ള സ്വയംവര പാർവതിയെയൊക്കെ ഉപാസിക്കാം. അങ്ങനെ ഞാൻ മുമ്പ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അവരവരുടെ ഇഷ്ടമനുസരിച്ചുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയും എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യം എത്രയും വേഗം നേടുകയും വേണം. അതിനെ സാധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഋഷികൾ ഇഷ്ടം പോലെ മന്ത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഭാഗ്യസൂക്തം ആര് ജപിച്ചോ മഹാഭാഗ്യവനായിത്തീരും, അത് ഉറപ്പാണ്. പക്ഷേ എങ്ങനെ ജപിച്ചു, എപ്പോൾ ജപിച്ചു, എത്രമാത്രം ജപിച്ചു, എങ്ങനെയൊക്കെയായിരുന്നു മനോഭാവം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി അതിനോടൊപ്പം ശ്രദ്ധിക്കണം. ഇതുപോലെ സമൂഹത്തിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് എന്തെല്ലാമാണോ നമുക്ക് നേടേണ്ടത് ആ നേട്ടങ്ങൾ മൊത്തം തരുന്നതിന് വേണ്ടുന്ന ആശയങ്ങളും മന്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഭാരതീയ ധർമ്മ സംഹിതകളെല്ലാം തന്നെ. അത് നമ്മൾ മനസ്സിലാക്കണം. വെറും ഒരു ആചാരം ചെയ്യലോ വെറും കുറച്ചൊരു ഭക്തിയോ കുറച്ച് വഴിപാടുകൾ കഴിക്കലോ മാത്രമല്ല,
ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ അനുഷ്ഠിക്കണം, എന്നാൽ അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നേടാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് മനസ്സിലാക്കാനാണ് നമ്മൾ ആചാര്യന്മാരെയോ ജ്യോതിഷികളെയൊക്കെ സമീപിക്കുന്നത്. ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്താലും ഫലപ്രദമാവുകയില്ല. ആ ഫലപ്രദമാകാതിരിക്കുന്നതിന് കാരണം എന്ത്? അത് പൂർവ്വജന്മ ഫലമായിരിക്കും. ഈ അടുത്ത സമയത്ത് ഒരു യുവാവിൻ്റെ കാര്യം ഞാൻ കേട്ടു. എങ്ങനെയാണെന്ന് വെച്ചാൽ, അയാൾ എന്ത് ചെയ്താലും ഫലിക്കുന്നില്ല, അച്ഛനും അമ്മയുമായിട്ടൊക്കെ ക്രോധമാണ്. അങ്ങനെ അയാൾ ജ്യോതിഷത്തിൻ്റെ സൂക്ഷ്മതയിലൂടെ അറിഞ്ഞു, പൂർവ്വജന്മത്തിൽ അയാളുടെ ഭാര്യയെ കൊല്ലുകയും ആ ദുഃഖത്തിൽ ആത്മഹത്യ ചെയ്യിക്കുകയും ചെയ്ത വ്യക്തികൾ തന്നെ ഈ ജന്മത്തിൽ മാതാപിതാക്കളായി ജനിച്ചിരിക്കുന്നു എന്ന് തമിഴ് ജ്യോതിഷത്തിൽ നിന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ശാന്തമായിരിക്കുന്നു. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ശത്രുവായിരുന്നോ പൂർവ്വജന്മത്തിലെ മിത്രമായിരുന്നോ ഈ ജന്മത്തിൽ നമ്മുടെ സ്വജനങ്ങളായി ജനിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞത്. ഇതുപോലെ സ്ഥൂലവും സൂക്ഷ്മവുമായ അനവധി കാര്യങ്ങൾ നമുക്ക് ബാധയായി കൂടെ കാണും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഈ പറയുന്ന എനിക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാം അത് തന്നെ, സ്ഥൂലവും സൂക്ഷ്മവുമായ അനവധി ദുരിതങ്ങൾ നമ്മുടെ കൂടെ നടക്കുകയാണ്. എത്രയോ ജന്മങ്ങളിലുള്ള കർമ്മപ്രാരബ്ധം എന്ന ഭാണ്ഡം ചുമന്നുകൊണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കർമ്മപ്രാരബ്ധങ്ങൾ താഴേക്ക് ഇറക്കി വയ്ക്കാൻ നമ്മൾ മന്ത്രജപത്തിനെയാണ് ആദ്യമേ സ്വീകരിക്കുന്നത്. മന്ത്രജപത്തിലൂടെയും നമുക്ക് മാറുന്നില്ല എങ്കിൽ തന്ത്രയെ അഭ്യസിക്കാറുണ്ട്. തന്ത്രയിലെ ഏറ്റവും വലിയ മന്ത്രമാണ് ലളിതാ സഹസ്രനാമം പോലെയുള്ള മന്ത്രങ്ങളെല്ലാം. അപ്പം മന്ത്രത്തിലൂടെ ഒക്കുന്നില്ലെങ്കിൽ തന്ത്രത്തിലൂടെയാകും, തന്ത്രത്തിലൂടെ ഒക്കുന്നെങ്കിൽ ജ്ഞാനയോഗ മാർഗത്തിലൂടെയാകും. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സാധ്യതകളെ എല്ലാം പറഞ്ഞു തരുന്നത്, പച്ചയ്ക്ക് എഴുതി വച്ചിരിക്കുന്നത് ജ്ഞാനയോഗത്തിലാണ്. നിനക്ക് ഇത്രമാത്രം സാധിക്കും. അതുകൊണ്ടാണ് ജ്ഞാനയോഗികൾക്ക് നമ്മളെ രക്ഷിക്കാനാവുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറവുകളെ തിരിച്ചറിഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ മുന്നോട്ട് നയിക്കാൻ എളുപ്പം സാധിക്കുന്നത് ജ്ഞാനയോഗികൾക്കാണ്. ഈ ജ്ഞാനയോഗത്തിനെ ഏറ്റവും പ്രധാനമായി ആവിഷ്കരിക്കുന്ന വരിയാണ് തത്വമസി എന്നത്. അതാണ് ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഭക്തിയോഗത്തിനും ജ്ഞാനയോഗത്തിനും ഒന്നുപോലെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കേരളത്തിലുണ്ടെങ്കിൽ അത് ശബരിമലയാണ്. ശ്രദ്ധയോടുകൂടി നമ്മൾ ചെല്ലുമ്പോഴാണ് ഇത് കാണുമ്പോൾ, പൊതുവെ ധൈഷണികത കൂടുതലുള്ള ഒരു യുവാവിന് ഇത് വലിയ പ്രയോജനം ചെയ്യും, ഒരു വലിയ ഉൾവെളിച്ചം നൽകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമ്പ്രദായങ്ങളെല്ലാം ഉപയോഗിക്കുക. നമ്മുടെ എല്ലാ സമ്പ്രദായങ്ങളെയും ഉപയോഗിക്കാൻ നമ്മൾ പര്യാപ്തരായിട്ട് മാറണം. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല. പുതിയ പുതിയ ടെക്നിക്സ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് ഉയരാനായിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ഋഷികളെല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഭഗവാന്റെ അടുക്കലേക്ക് പ്രത്യേകിച്ച് ഈ ഹേമന്ത കാലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ശരത്കാലത്തിനും ഹേമന്തകാലത്തിനും ഹൈന്ദവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആചാരങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ഈ കാലയളവിലാണ്. എന്തുകൊണ്ട് ആരും ചിന്തിക്കാറില്ല അതൊന്നും. ശരത്കാലവും ഹേമന്തകാലവുമാണ് മഞ്ഞുകാലം. ഈ ശരത്കാലവും ഹേമന്തകാലവുമാണ് ബോധവികാസത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കാലഘട്ടം. അതിന് ജ്യോതിഷത്തിലൊക്കെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അത് നിരത്തുകയാണെങ്കിൽ ഇപ്പോഴെങ്കിലും തീരില്ല. അങ്ങനെ ശരത്കാലവും ഹേമന്തകാലവും കൂടെ ചേരുന്ന സമയത്തെയാണ് നമ്മൾ 41 പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നത്. നമ്മുടെ ഈ ദേശങ്ങളിലെല്ലാം മധ്യ തിരുവിതാംകൂറിൽ മുഴുവൻ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു മഹാ ആചാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 41 വ്രതം. പണ്ട് അക്ഷരാഭ്യാസമുള്ളവരും നിരക്ഷര കുക്ഷികളും എല്ലാവരും തന്നെ ഒന്നുപോലെ ആചരിച്ചിരുന്ന ഒരു കാര്യമാണ് 41. ഞാൻ എപ്പോഴും പല പ്രഭാഷണ വേദികളിലും ഞാൻ പറയാറുണ്ട്, ഈ 41 ആചാരം എങ്ങനെയാണ് ഇവിടുന്ന് പോയത്? ഇപ്പോഴെങ്ങുമില്ല. എല്ലാ ദിവസവും ഭജന, എല്ലാ ദിവസവും അമ്പലങ്ങളിൽ ഭാഗവത പാരായണം, വീടുകളിൽ ഭാഗവത പാരായണം, അക്ഷരമറിയാത്തവർ അക്ഷരം അറിയുന്നത് വായിക്കുന്നത് കേൾക്കാനായി അടുക്കലിരിക്കൽ, ഭജന കഴിയുമ്പോൾ പ്രസാദ വിതരണം, 4:30 കഴിഞ്ഞ് 5 മണിക്ക് 5-5:30 ഇന്നത്തേക്കാൾ താമസിച്ചാണ് ഭാഗവത പാരായണം നിർത്തുന്നത്.
ആ സമയത്ത് പ്രസാദ വിതരണം, കടും വ്രതം, എങ്ങും ആരും മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക, ഈ ആചാരങ്ങളെല്ലാം തന്നെ പോയി. 41 ദിവസം കഴിയുമ്പോഴാണ് ശ്രേഷ്ഠരായ കുട്ടികൾ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ക്ലാസിക്കൽ കുടുംബങ്ങളിലെ പുരുഷന്മാരും സ്ത്രീകളും സ്ത്രീ പുരുഷ ബന്ധം നടത്തിയിരുന്നത്. ഏറ്റവും ശ്രേഷ്ഠരായ കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ 41 വ്രതം നോക്കണമെന്ന് നമ്മുടെ നാട്ടിൽ ഈ മധ്യ തിരുവിതാംകൂറിലൊക്കെ ഒരു ചൊല്ലുണ്ട്. പണ്ട് കാലത്ത് 41 ദിവസം ശക്തമായ വ്രതം. ധനു 11-ന് 41 കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഭാര്യ ഭർത്തൃ സമാഗമത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾ ഏറ്റവും ശ്രേഷ്ഠമാണെന്നൊരു വിചാരമുണ്ട്. അത് പ്രത്യേകിച്ച് ഒരുപാട് ഉന്നത കുടുംബങ്ങൾ എന്ന് വെച്ചാൽ ധാരാളം പേർ കൂട്ടമായി ജീവിക്കുന്ന കൂട്ടുകുടുംബ ഉണ്ടായിരുന്ന കുടുംബങ്ങളിലെ വൃദ്ധ സ്ത്രീ പുരുഷന്മാർ നിർബന്ധപൂർവ്വം നിഷ്കർഷിച്ചിരുന്നു പുതിയ തലമുറയോട് പറയാൻ. ഇങ്ങനെ ഒരു സാഹചര്യം ഞാൻ എൻ്റെ ദേശത്ത്, ഞങ്ങളുടെ താലൂക്കിലൊക്കെ വളരെ പ്രധാനമായി കണ്ടിരുന്നു. ഞാനും അങ്ങനെ ജനിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം അങ്ങനെ ഹേമന്തത്തിൻ്റെയും ശരത്തിൻ്റെയും ഋതുക്കളിൽ ശരത്കാലത്തിൻ്റെയും ഹേമന്തകാലത്തിൻ്റെയും പ്രാധാന്യം ഏറ്റവും പ്രധാനമാണ്. ആ കാലയളവിലാണ് നമ്മൾ ഈ കറുപ്പുമുടുത്തും ഒക്കെയുള്ള അല്ലെങ്കിൽ കാവിയുടുത്തുമുള്ള എല്ലാ വ്രതങ്ങളും ചെയ്യുന്നത്. ഈ വ്രതങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യതകൾ, മുമ്പേ ഞാൻ പറഞ്ഞു, നമ്മുടെ സാധ്യതകൾ അനന്തമാണ്. നശ്വരമതയെക്കുറിച്ച് പറഞ്ഞ് ഇപ്പം വേദാന്തം തന്നെ പലപ്പോഴും തെറ്റായി വ്യാപരിച്ച് ഹൈന്ദവർക്കിടയിലുള്ള സാധ്യതകൾ നഷ്ടപ്പെടുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. ഭാഗവതവും രാമായണവും ഒക്കെ വ്യാഖ്യാനിക്കുമ്പോൾ നശ്വരതയെക്കുറിച്ചാണ് ആചാര്യന്മാർ പ്രഭാഷണ വേദികളിലെല്ലാം പറയുന്നത്. അനശ്വരതയെക്കുറിച്ച് തിരിച്ചറിയാനാണ് ഞാൻ ഈ നശ്വരതയെക്കുറിച്ച് പറയുന്നതെന്ന് ഓർക്കണം. ഈ കാണപ്പെടുന്ന ജീവിതം നശ്വരമാണെങ്കിലും അനശ്വരമായ സാധ്യതയുണ്ട് നമുക്കെന്നും. ആ അനശ്വരതയെ അറിയണമെങ്കിൽ ഈ നശ്വരമായ കാര്യത്തിന് അമിതമായ മൂല്യങ്ങൾ കൊടുക്കാതിരിക്കണമെന്നുമുള്ള ആഹ്വാനമാണ് വേദാന്തം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭാരതീയ ദർശനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഉയർന്നു വരേണ്ടതിന് പകരം നശ്വരതയെക്കുറിച്ച് പറഞ്ഞ് ഇനി എന്തിനു ജീവിക്കണം, ഇനി എന്തിനു നേടണം, പുത്രധാരാർത്ഥങ്ങളൊക്കെയും മിഥ്യ. ഈ കുഞ്ഞ് ഓടി വരുന്നു അച്ഛൻ്റെ സമീപത്തേക്ക്. അപ്പോഴായിരിക്കും അച്ഛൻ ഈ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിച്ചിട്ട് പുത്രധാരാർത്ഥങ്ങളൊക്കെയും മിഥ്യ. അപ്പൊ കുഞ്ഞ് അടുത്ത് വരുന്നത് കണ്ടിട്ട് മോനെ എന്ന് വിളിക്കാൻ വലിയ സന്തോഷമായിട്ടിരുന്നപ്പോഴാണ് അച്ഛൻ ഈ ശ്ലോകം ഒന്ന് ഓർത്തു, പുത്രധാരാർത്ഥങ്ങളൊക്കെയും മിഥ്യ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഓർത്തു. അതുകൊണ്ട് എന്താ, മകനോട് പറഞ്ഞു, എളുപ്പം നീ നിന്റെ അമ്മയുടെ സമീപത്തേക്ക് പോകൂ, നീ അമ്മയുടെ സമീപത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. കാരണം മിഥ്യയായ കാര്യത്തിൽ ഇത്രയും പ്രാധാന്യം കൊടുക്കരുതെന്നുള്ള ഒരു തെറ്റായ ബോധം കിടന്നു. അത്രയും ഒരു ദോഷമാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ വായിച്ചപ്പോൾ അയാൾക്കുണ്ടായത്. കാരണം വൈദാന്തികമായ ഒരു വാക്കാണ് മിഥ്യ എന്നുള്ളത്. സാഹിത്യകാരന്മാരെല്ലാം എടുത്തിട്ട് കുടയുന്ന ഒരു പദം മിഥ്യാധാരണ എന്നൊക്കെ പറയും. മിഥ്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാതെയാണ് കാലങ്ങളായി മലയാളം വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നത് മിഥ്യ എന്ന പദത്തിനെ. പുത്രധാരാർത്ഥങ്ങളൊക്കെയും മിഥ്യ എന്ന് പറഞ്ഞാൽ നശ്വരമായ കാര്യങ്ങൾ എന്നുള്ളതിന് ഇത്രയും ശ്രദ്ധ വേണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നിട്ട് സ്ത്രീ പുരുഷ ബന്ധത്തിലോ ഭാര്യയെ പരിഗണിക്കുന്നതിലോ ഭർത്താവിനെ പരിഗണിക്കുന്നതിലോ കുട്ടികളെ പരിഗണിക്കുന്നതിലോ ബാഹ്യസുഖങ്ങൾ അനുഭവിക്കുന്നതിലോ ഒക്കെ മൂഢതയാണ്, മ്ലേച്ഛമാണ്, മൗഢ്യമാണെന്നൊരു ബോധം ജനിച്ചു ഹൈന്ദവർക്ക്. അതല്ല വേണ്ടത്. വേദാന്തം പറയുന്നത് ഉണ്ടായി നിലനിന്ന് സംഹരിക്കപ്പെടുന്ന എന്തും മിഥ്യയാണെന്നാണ്. ഈ ഞാനും ഈ കാണപ്പെടുന്ന സർവ്വതും ഈ എല്ലാം തന്നെ മിഥ്യയാണ്. ഇതൊരു കാലഘട്ടത്തിൽ തകരും, ഇല്ലാതാകും. ഒരിക്കൽ മഹാക്ഷേത്രം നിന്ന സ്ഥലം മറ്റൊരിക്കൽ ശവപ്പറമ്പാകും. ഒരിക്കൽ ശവപ്പറമ്പായിരുന്നതും മറ്റൊരിക്കൽ മഹാക്ഷേത്രം എന്ന പുണ്യഭൂമിയായി മാറും. ഒരിക്കൽ സ്കൂൾ നിന്നിടപ്പോഴത്തേക്ക് കണ്ടില്ല, വയനാട്ടിൽ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ അതൊരു നദിയായി മാറി. അതുപോലെ ഏതൊരു വസ്തുവും സ്ഥായി ഭാവമില്ലാത്തതാണെന്നുള്ള ബോധമാണ് മിഥ്യ എന്ന പദത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഉണ്ടായി നിലനിന്ന് സംഹരിക്കപ്പെടുന്ന എന്തും തന്നെ മിഥ്യയാണ്. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, അവൻ ഇന്ന പേരിട്ടു, കുറേ കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ തന്നെ, സഞ്ജയൻ എന്ന് പേരുള്ള ഞാൻ തന്നെ ഉണ്ട് എന്നിപ്പോഴുള്ളവർ പറയുന്നു. ഒരു പക്ഷേ കുറേ കാലം കഴിഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരോ എന്നോ അറിയുന്നവരും പറഞ്ഞു അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു.
അതും കഴിഞ്ഞ് കുറച്ചു നാളും കൂടെ പറയുമ്പോൾ എന്ത് പറയും? എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സഞ്ജയൻ എന്ന് പറയുന്ന ഒരാൾ നമ്മളുടെ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന്. അതും കഴിഞ്ഞുള്ള അടുത്ത തലമുറ പറയുന്നു, പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സഞ്ജയൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, അയാൾ ഉണ്ടായിരുന്നതാണോ ഉണ്ടോ എന്ന് ആർക്കറിയാം? വെറും ഭാവനയായിരിക്കാം അത്. അപ്പോഴായിരിക്കും ഒരുപക്ഷെ ഞാൻ അന്ന് വലിയ അറിയപ്പെടുന്ന ആളാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ദേശത്ത് എൻ്റെ ഒരു ചെരുപ്പോ എങ്ങാനും കടന്നിട്ടെങ്കിൽ ഞാൻ പിന്നെ അവിടുത്തുകാരനാണെന്ന് അന്നത്തെ ചരിത്ര ഗവേഷകർ വ്യാഖ്യാനിക്കുന്നത്. ചരിത്രങ്ങൾ ഭൂരിപക്ഷവും മൗഢ്യമാണ്, മണ്ടത്തരങ്ങളാണ്, ഭാവനയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാവരും മിഥ്യയാണ്. ഉണ്ടായി നിലനിന്ന്, മലയാളം ഉപയോഗിക്കുന്നവർ ബോധപൂർവ്വം ഉപയോഗിക്കുക. പല സാഹിത്യകാരന്മാരും ഒക്കെ മിഥ്യാധാരണ എന്നൊക്കെ ഉപയോഗിക്കുന്നേക്കാം. ഉണ്ടായി നിലനിന്ന് സംഹരിക്കപ്പെടുന്ന എന്തും മിഥ്യയാണ്, അല്ലാതെ തെറ്റ് എന്നുള്ള അർത്ഥമല്ല മിഥ്യയ്ക്കുള്ളത്. അതൊരു വേദാന്ത പദമാണ്. അങ്ങനെ ഉണ്ടായി നിലനിന്ന് സംഹരിക്കപ്പെടുന്നതിനെല്ലാം തന്നെ ഒരു സ്ഥായീ ഭാവം ഇല്ലാത്തതിനാലാണ് അതിനെ നശ്വരം എന്നൊരു പദമിട്ട് പറയുന്നത്. നശ്വരമായതൊന്നും വേണ്ട എന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വേദാന്ത വിഷയങ്ങളും ദാർശനിക വിഷയങ്ങളും പുരാണേതിഹാസങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ നിസ്സാരത പറയുന്നത് കാണപ്പെടുന്നതിന് അതീതമായ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നൊരു ബോധത്തിലേക്ക് നമ്മളെ നയിക്കാനാണ്. ഇല്ല എങ്കിൽ പണവുമൊക്കെ വരുമ്പോഴും നമുക്ക് കുറ്റബോധം വന്നുകൊണ്ടിരിക്കും. കൂടുതൽ പണം എന്തിനാണ്? നമ്മൾ മഹാലക്ഷ്മിയെ മറന്ന് ജീവിക്കുകയാണിപ്പോൾ. ശരിക്കും നമ്മൾ മഹാലക്ഷ്മിയെ മറന്ന് ജീവിക്കുന്നവരാണ്. മഹാലക്ഷ്മി നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മൾ മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിക്കണം. എന്ന് വെച്ചാൽ സർവ്വസമാശ്ലേഷിയായിരിക്കണം. പണം വരുമ്പോൾ അതിനെ നമ്മൾ നിരാകരിക്കരുത്. എത്ര പണം വരുന്നെങ്കിലും വരട്ടെ, പക്ഷെ നമ്മളത് കൊടുക്കാനും പഠിക്കണം. അതിന് വേദാന്തം പറയുന്ന പോയിന്റ് എന്താണ്? യൂണിവേഴ്സൽ അക്സെപ്റ്ററുമായിരിക്കണം, യൂണിവേഴ്സൽ ഡോണറുമായിരിക്കണം. എത്ര കോടി പണം വന്നാലും അതിനെ നിരാകരിക്കാൻ പാടില്ല. എത്രമാത്രം സുഖ സൗകര്യങ്ങൾ വന്നാലും അതിനെ നിരാകരിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഉചിതമായ സമയത്ത് അത് കൊടുക്കാൻ സാധിക്കണം. ഇത് ചിന്തിക്കേണ്ടതിന് പകരം ഇതിനെ നിരാകരിക്കുന്ന പ്രവണത നമുക്ക് വരാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടാണ് ഞാൻ സംഭരിക്കുന്നത്, എനിക്ക് സംഭരിക്കുന്നതിന് യാതൊരുവിധ കണക്കുമില്ല, ഞാൻ എൻ്റെ മുന്നിലേക്ക് വരുന്നതെല്ലാം തന്നെയും സ്വീകരിക്കും എന്നൊരു ബോധത്തോടു കൂടി ഇരിക്കുകയും ആ സ്വീകർത്താവായിരിക്കുന്ന ഞാൻ മറ്റുള്ളവർക്കെല്ലാം യഥേഷ്ടം ഇതെൻ്റേതെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കാതെ നൽകിക്കൊണ്ടിരിക്കുമെന്നും ചിന്തിക്കണം. എത്ര ധനികർ കാണും അങ്ങനെ ചിന്തിക്കുന്നത്? അതുകൊണ്ടാണ് 3 തലമുറയ്ക്കുള്ളിൽ ധനം ഇല്ലാതാകുന്നത്. എത്രമാത്രം അധ്വാനിച്ച് പണമുണ്ടാക്കിയാലും, അല്ലെങ്കിൽ അഭിനയിച്ച് പണമുണ്ടാക്കിയാലും, അല്ലെങ്കിൽ കള്ളത്തരങ്ങളിലൂടെ പണമുണ്ടാക്കിയാലും, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ വഴികളിൽ കൂടി പണം ഉണ്ടാക്കിയാലും, ഇന്ന് ഭൂരിപക്ഷം പണവും ആ ഒരു ലെവലിലായിട്ട് കേരളത്തിൽ കാണുന്നില്ല. ശ്രേഷ്ഠമായ വഴികളിൽ കൂടി മഹാധനികരായി എന്ന് പറയുന്ന ഒരു തീരെ കുറവാണ്. അങ്ങനെ ഉണ്ടാവാനേ വഴിയില്ല. കാരണം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ കേരളത്തിൽ അങ്ങനെ ആയതിനാൽ. അത് ഇന്നല്ല, കാലങ്ങളായി. അങ്ങനെ എത്രമാത്രം ഉണ്ടായി എന്നുള്ളതല്ല, എത്രമാത്രം ദാനം ചെയ്തു എന്നുള്ളതാണ്. യൂണിവേഴ്സൽ പ്രാപഞ്ചിക ദാതാവുമായിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി തന്നെ നമ്മളുടെ കപ്പിൽ കാപ്പി നിറയേണ്ടതുണ്ട്. എൻ്റെ കപ്പിൽ കാപ്പി ഇല്ല എങ്കിൽ ഞാൻ എങ്ങനെ കൊടുക്കും? എൻ്റെ കപ്പിൽ അരക്കപ്പ് കാപ്പി ഉള്ളെങ്കിൽ ഞാൻ എങ്ങനെ കൊടുക്കും? എൻ്റെ കപ്പിൽ നിറച്ച് കാപ്പി ഉണ്ടെങ്കിൽ ദാഹിച്ചവന് പകുതിയും കൊടുക്കാൻ, ഈ ദാഹിച്ചിരിക്കുന്ന ഞാൻ ഒഴിഞ്ഞ കപ്പുമായിട്ടിരുന്നാലോ? അതുപോലെ ധനപരമായ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന തരത്തിലേക്ക് വ്യാഖ്യാനങ്ങളെ കൊണ്ടുപോകുന്നതിന് പകരം ദാരിദ്ര്യത്തെയും നശ്വരത പറഞ്ഞുകൊണ്ട് ഈ ഇല്ലായ്മയെ മഹത്തരമായി കാണുന്ന ഒരു മനോഗതി നമ്മുടെ പിൽക്കാല ആചാര്യന്മാരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചതിൻ്റെയും ഫലമാണ് നമ്മളിപ്പോൾ പലരും ദരിദ്രരായിരിക്കുന്നത്. ഈ ഒരു സൈക്കോളജി നമ്മളിൽ നിന്ന് മാറണം. എന്നിട്ട് വേണം നമ്മൾ ഭജനത്തിനിരിക്കാൻ. ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ ധനികനാണ്, ഞാൻ ധനപരമായി ഉയരും, എനിക്ക് ധനപരമായി ഉയരാൻ സാധിക്കും, ഭഗവാൻ എന്നെ അത്രയും അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുകയും പണം എത്ര വന്നാലും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ആദ്യമേ വളർത്തുകയും എല്ലാ ഭാഗ്യങ്ങളെയും എനിക്ക് അത്രയും ഭാഗ്യം വേണ്ട ഭഗവാനെ എന്ന് പറയാൻ പാടില്ല. ഇപ്പം നമ്മൾ ലക്ഷ്മിക്ക് വിരുദ്ധരായി. ലക്ഷ്മി അതിനായി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നമ്മളുടെ മുന്നിൽ ഇരിക്കുകയാണ്. പണം മാത്രമല്ല, എല്ലാം. സ്നേഹം വന്നാൽ ചിലർക്ക് സ്നേഹത്തിനെ പേടിയാണല്ലോ. നമ്മൾ അധികം സ്നേഹിച്ചാൽ ചിലർക്ക് സ്നേഹത്തിനെ പേടിയാണ്. ആ സ്നേഹം വേണ്ട എന്തടയും, നമ്മളിന്ന് ഒഴിഞ്ഞു പോകാൻ തുടങ്ങും. അങ്ങനെയും ഉണ്ടൊരു സൈക്കോളജി. എന്തു വന്നാലും അതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്
നമുക്ക് ശക്തമായി വളരുമ്പോൾ. അതുപോലെ തന്നെയാണ് ദുഃഖവും. ദുഃഖത്തിൻ്റെ ഒരു 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 മലവെള്ളപ്പാച്ചിൽ തന്നെ ജീവിതത്തിൽ വരും. അവിടെയൊക്കെ നമ്മൾ ഭയന്ന് പിന്മാറരുത്. ആ ദുഃഖത്തിനെ സഹർഷം സ്വീകരിക്കുക. സർവ്വതും നശിക്കുമെന്ന് ഉറപ്പാകും. ഇനി ഒന്നും നമുക്ക് നേടാനൊക്കത്തില്ല, എല്ലാം മുങ്ങി, ഇനി ഒന്നുമില്ല, വഴിയാധാരമായി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തും. അപ്പോഴും അതിനെ സഹർഷം സ്വീകരിച്ചുകൊണ്ട് എങ്കിൽ അങ്ങനെ തന്നെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഭഗവാനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാനെ, രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ, എങ്കിലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഈ ജന്മത്തിൽ ഞാൻ മുടിഞ്ഞ് നശിച്ചു പോയാലും, ഈ ജന്മത്തിൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഞാൻ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, ശക്തമായി ജപിച്ചു കൊണ്ടിരിക്കും. അങ്ങയുടെ മുന്നിൽ ഞാൻ സമർപ്പിതനായിരിക്കും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് നീങ്ങണം. അപ്പോൾ തന്നെ എന്തായി? എല്ലാം നശിച്ചു എന്ന് പറയുന്ന ഒരാളിന് എങ്ങു നിന്നും ഒരു മഹാഭാഗ്യം വന്നെത്തും. ആ ഭാഗ്യത്തിൽ സർവ്വതും വന്ന് നിറയും. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് എനിക്കറിയില്ല, ഒരു തരത്തിലും ഒരു വഴിയില്ല. ഇപ്പോഴും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു വാക്കോ വരിയോ ആശയമോ കിട്ടുന്നില്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന്. അതാണ് സമർപ്പണം. അപ്പോൾ ഭാഗ്യത്തിനെ സ്വീകരിക്കാനും ദുഃഖത്തെ സ്വീകരിക്കാനും ഭയത്തെ സ്വീകരിക്കാനും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഒരു ആന്തരിക വ്യാപ്തി ജപം നമുക്ക് തരും. എത്രമാത്രം ഭീകരമായ കാര്യങ്ങളെയും നേരിടാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സാധ്യതയ്ക്ക് യാതൊരുവിധ കണക്കുമില്ല. ആ മഹാസാധ്യതയെ പുറത്തേക്കെടുക്കാൻ വേണ്ടി നാം നിരന്തരം ജപിക്കേണ്ടതുണ്ട്. അങ്ങനെ ജപം നടക്കുമ്പോൾ എന്താണ് നടക്കുന്നതെന്നൊക്കെ ചിലർ വന്ന് ചോദിക്കും. ചില പ്രഭാഷണ വേദികൾ, ഞാനാണ് പൊതുവെ വിഷയം കിട്ടുന്ന വേദികളിലേ പോകാറുള്ളൂ. ഈ ഒരു വേദിയിൽ അങ്ങനെ ഒരു വിഷയമൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് പറയാൻ ഞാൻ അശക്തനാണ്. ഞാൻ 6 ദർശനങ്ങളെക്കുറിച്ചും പറയും. പക്ഷേ ഏത് ദർശനം എവിടെ എത്രമാത്രം പറയണമെന്നുള്ളത് ഒരു വിഷയവും ഇല്ലാതെ നിൽക്കുന്ന ഒരാളിനെ എങ്ങനെ പറയാനൊക്കും? കാരണം ഭാരതീയ ദർശനങ്ങൾ അങ്ങനെ അനന്തമാണ്. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ കിടക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഉപശാഖകൾ ധാരാളം. ശമദമാദികൾ അഭ്യസിക്കാൻ ഭാഗ്യം കിട്ടി, അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും വഴങ്ങി. ആ വിഷയങ്ങൾ വഴങ്ങിയതിനെ ഏത് വിഷയവും പറയാൻ തൽപരനാണ്, സാധ്യമാണ്. അപ്പോൾ വിഷയം തരിക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു മഹാസംഭവം, ഇത്രയും വലിയ ദാർശനിക തലങ്ങളെല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഭാരതീയര്, ഹൈന്ദവര് എങ്ങനെയാണ് ഇങ്ങനെ ശുഷ്കരായി പോകുന്നത്? ഞാൻ എപ്പോഴും ഇരുന്ന് ഓർക്കാറുണ്ട്, എന്താണ് ഈ സംഭവിക്കുന്നത് ഹിന്ദുക്കൾക്ക്? എന്താണ് ഹിന്ദുക്കളുടെ ഈ തകർച്ചയ്ക്ക് കാരണം? എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഋഷികളെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇതൊന്നും എടുക്കുന്നില്ല എന്ന്. മാത്രമല്ല, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പുതിയ പേരിട്ട് വന്നാൽ അതിനെ മാർക്കറ്റ് ചെയ്യാനും ഹൈന്ദവർ മുന്നോട്ട് വരും. അതാണ് ശരിയെന്ന് പറയും. ഋഷികൾ പറഞ്ഞിരിക്കുന്ന ഒന്നും ശരിയല്ല എന്നും പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ ഋഷികളുടെ പരമ്പരയിലേക്ക് പോവുക, ഋഷിപ്രോക്തമായ ആശയങ്ങൾ സ്വീകരിക്കുക. തന്ത്രയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ തന്ത്ര തീരാൻ പോകുന്നില്ല. പിന്നെ ജ്ഞാനയോഗത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ജ്ഞാനയോഗത്തെക്കുറിച്ച് എങ്ങും എത്തത്തില്ല. 1 മണിക്കൂർ കൊണ്ട് നമുക്കിതൊന്നും ഒക്കെയില്ല. പിന്നെ ഞാൻ കണ്ട ഒരു അത്ഭുതമായിട്ട് ഞാൻ കാറിൽ ഇരുന്നപ്പോൾ ചിന്തിച്ചത്, എനിക്ക് പറയാൻ പറ്റിയൊരു വേദി ഈ ശബരിമല അയ്യപ്പൻ്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ തത്വമസി എന്ന വാക്ക്, ദാർശനികതയുടെ പരമകോടിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ആശയം, ഇത് എഴുതി വെച്ചത് ആര് എന്ന് ഞാൻ അക്കാലത്ത് അന്തം വിട്ട് നിന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞിരുന്നുവല്ലോ മുമ്പേ, ഞാനിങ്ങനെ ജപിച്ച് ഇവിടുന്ന് 27 വർഷം മുമ്പ് കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ കാലത്ത് ശബരിമലയിലേക്ക് പോകുമ്പോൾ ജപിച്ച് പോയി കണ്ണു തുറന്നു നോക്കിയത് തത്വമസി എന്ന വാക്കിൽ. അപ്പോൾ തന്നെ ബോധവികാസത്തിന്റെ ഒരു മഹാചെപ്പ് നമ്മൾക്ക് തുറക്കുകയാണ്. നമ്മൾ ഇവിടെ മുമ്പേ വരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ ഹൈന്ദവരൊക്കെ തന്നെയും എല്ലാ മതങ്ങളിലും ഉണ്ട് ആ പ്രശ്നം. നമ്മൾ ഇഷ്ടദേവത ഉപാസനയിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മുടെ അനന്ത സാധ്യതകൾ, നമ്മുടെ മനസ്സിൻ്റെ സിദ്ധികൾ, അഷ്ടസിദ്ധികളുണ്ട്, ഗൗണസിദ്ധികളുണ്ട്, ക്ഷുദ്രസിദ്ധികളുണ്ട്, ഇങ്ങനെ അനവധി സിദ്ധികൾ. അവയ്ക്ക് ഒരുപാട് ഉപഘടകങ്ങളുണ്ട്, ഉപതലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഏത് സിദ്ധികളും നമുക്ക് ജപത്തിലൂടെ തന്നെ പുറത്തേക്ക് വരും. ജപിക്കുന്നവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു സിദ്ധിവിശേഷം കാണും. ചിലർക്ക് എളുപ്പം പഠിക്കുന്നതിനായിരിക്കും, ചിലർക്ക് ഫലം പറയുന്നതിനായിരിക്കും, ചിലർക്ക് ഒരാളുടെ മനസ്സ് മനസ്സിലാക്കുന്നതിലായിരിക്കും, ചിലർക്ക് നൃത്തം ചെയ്യുന്നതിനായിരിക്കും, ചിലർക്ക് പാട്ട് പാടുന്നതിലായിരിക്കും. അങ്ങനെ
ഈ ഭൂമുഖത്ത് ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതെല്ലാം പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ പുറത്തേക്ക് വരുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും എളുപ്പമുള്ള ഒരു മഹാവഴിയാണ് ജപം. ജപം കൊണ്ട് നടക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, ഇത് കേൾക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അതൊന്നും അറിയത്തില്ല ജപിക്കുന്നുണ്ട് എന്ന് പറയാതെ, ജപിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പുള്ള ജന്മങ്ങളിൽ ഞാൻ എന്തൊക്കെയാണോ പ്രധാനമായി ചെയ്തിരുന്നത് അവയെ പ്രധാനമായി ചെയ്തിരുന്നത് എല്ലാം തന്നെ ആ കാര്യങ്ങൾ എനിക്കിപ്പോൾ തന്നെ പ്രകടമാകുമെന്നും അതെൻ്റെ ജീവിതത്തിൻ്റെ അനുസന്ധാനത്തിന് ഉപയോഗിക്കാമെന്നും. ജീവിതാനുസന്ധാനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവന മാർഗമായി മാറുകയാണ്. വലിയ മഹാഗായകരെയൊക്കെ നോക്കൂ, ചില ഗായകർ പറയില്ല ഞാൻ പാടിയിട്ടുണ്ടോ ആർക്കറിയാം, പാടുന്നുണ്ടോ ആർക്കറിയാം, ഇത്രയും പാട്ട് പാടിയോ ആർക്കറിയാം എന്ന് പറയുന്നത് ഇതാണ്. ജന്മാന്തരത്തിൽ ചെയ്തതെല്ലാം ഇറങ്ങി വരും. ആ ജന്മാന്തരത്തിൽ ചെയ്തതിനെ നമുക്ക് ഉപയുക്തമാക്കി നമ്മുടെ കഞ്ഞുകുടി ഭദ്രമാകണമെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുന്നിലുള്ള ഉപാധി നമ്മുടെ ജപമാണ്. ജപിച്ചുകൊണ്ട് ജപം ശീലമാക്കിയ ഒരു കുട്ടി എന്ത് ചെയ്താലും വിജയത്തിലേക്ക്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് ചെറിയ കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ജപം കൊണ്ട് തന്നെ നമ്മുടെ പൂർവ്വജന്മത്തിലെ നമ്മൾ ചെയ്തിരുന്ന അപരാധങ്ങളുടെ ഫലങ്ങളുമൊക്കെ മാറും. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം, കാര്യസാധ്യം വരുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടൊരു നേട്ടം വരുമ്പോൾ തൊട്ട് അഹന്ത വരാനും തുടങ്ങും. ജപം ചെയ്യുന്നവർക്കെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ധ്യാനം ശീലിക്കാതിരിക്കുന്നെങ്കിൽ അഹന്തയിലേക്ക് പോകുന്നതായിട്ടാണ്. മറ്റുള്ളവരോട് പുച്ഛം. ഈ പുച്ഛത്തിൻ്റെ ഫലം 2 തലമുറയ്ക്കുള്ളിൽ അറിയും. അവർ തന്നെ മുടിയും, അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറകൾ മുടിയും. പുച്ഛമാണ്. കാരണം എന്നാൽ ജപം കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടദേവത ഉപാസന കൊണ്ട് അല്ലെങ്കിൽ കാമ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട് എൻ്റെ ബോധമനസ്സിന് അതീതമായിരുന്ന സാധ്യതകൾ, ജന്മാന്തരങ്ങളിലെ സാധ്യതകൾ പുറത്തേക്ക് വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇഷ്ടദേവതയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പറയുമ്പോഴും എൻ്റെ സാധ്യതകൾ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു എന്ന് തിരിച്ചറിയണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ കൃഷ്ണനെ, ഗുരുവായൂർ ഭഗവാനെ പോയി തൊഴുതു, അല്ലെ ചോറ്റാനിക്കര ദേവിയെ തൊഴുതു, അല്ലെങ്കിൽ ശബരിമല ശാസ്താവിനെ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് എനിക്ക് ഈ കാര്യം സാധിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സാധ്യതയെ പുറത്തേക്കെടുക്കാൻ എനിക്കൊരു ഉപാധിയായിരുന്നു അത് എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. ഈ തിരിച്ചറിവിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കണം. അല്ല എങ്കിൽ ഈ ഭക്തിക്ക്, ആ ഭഗവാനിലേക്കുള്ള ഒരു ലയത്തിൽ നമ്മൾ കാര്യസാധ്യം കുറച്ചായി കഴിയുമ്പോൾ നമ്മളുടെ ആന്തരികമായ യാത്ര നിലച്ച് ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിവിനുള്ള സാധ്യത മരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചു, കുറേ ജപിച്ചു, ഭാഗ്യസൂക്തം ജപിച്ചു, കുബേരമന്ത്രം ജപിച്ചു, കർണയക്ഷിയെ പൂജിച്ചിലേക്ക് എത്താൻ സാധിക്കാതിരുന്നതിന് കാരണമായിരുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിനെ ഇളക്കിയിരുന്ന ഈ സുഖസൗകര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് പരിശ്രമിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ള പ്രതിജ്ഞയാണ് സാമ്പ്രദായിക സന്യാസം വാർദ്ധക്യത്തിലുള്ളത്. അവിടെ നമ്മൾ ജപത്തിനേക്കാൾ ഉപരി ഇനിയും എന്താണ് ബോധവികാസത്തിന് വേണ്ടുന്നതെന്ന് ചിന്തിച്ചുള്ള ഒരു നീക്കമാണ്. ഇങ്ങനെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. ഇത് ഇപ്പോൾ ക്രമപ്രവൃദ്ധമായി നടക്കുന്നില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇത് ആ ഒരു രീതിയിൽ നടക്കുന്നില്ല. ഈ സന്യാസം എന്ന് പറയുന്നത് സമ്യക് ന്യസതി ഇതി സന്യാസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ കാവ്യ ഉടുത്ത് നടക്കുകയോ ബാഹ്യ ജീവിതം നശിപ്പിക്കലോ ഒന്നുമല്ല. കാവ്യ ഉടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ശങ്കരൻ പറഞ്ഞിട്ടുണ്ട്, ആദിശങ്കരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് ഏകദേശം 400 വർഷങ്ങൾക്കുള്ളിൽ, ഒരുപക്ഷെ എൻ്റെ ഒരു ജീവിത നിയോഗവും കൂടി അതായിരിക്കും എന്ന് പുരാതന ജ്യോതിഷമൊക്കെ, തമിഴ് ജ്യോതിഷവും പറയുന്നു. നൂറ്റാണ്ടുകളായി വേദാന്തത്തിന് വന്നിരിക്കുന്ന ചില പരിക്കുകളുണ്ട്. ഇവിടെ തെറ്റായ വ്യാഖ്യാനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതിനെയൊക്കെ തിരുത്തുക എന്നുള്ളതും ഒരു കർത്തവ്യമായി ഞാൻ സ്വീകരിക്കാറുണ്ട്. കാരണം ഈ കൃത്യമായ കാര്യങ്ങളെ നമ്മൾ സാധൂകരിച്ചു കൊണ്ട് പോകേണ്ടതിന് പകരം നമ്മൾ അനാഥമായി കെട്ടും ഭാണ്ടും എടുത്തുകൊണ്ട് നടക്കുന്നു, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ധർമാനുഷ്ഠാനമില്ല. അമ്മയെ നോക്കേണ്ട സമയത്ത് അമ്മയെ കളഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്നു, അച്ഛനെ നോക്കേണ്ട സമയത്ത് അച്ഛനെ നോക്കാതെ വേറെ എല്ലാം കളഞ്ഞിട്ട് പോകുന്നു, മക്കളെ നോക്കേണ്ട സമയത്ത് അതൊന്നും ചെയ്യില്ല. അപ്പം എന്നുവെച്ചാൽ ധർമ്മവിരുദ്ധതയാണ് കാണിക്കുന്നത്. അങ്ങനെ ധർമ്മവിരുദ്ധത കാണിക്കാതെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചുകൊണ്ട് ജീവിതത്തിനെ പരിപുഷ്ടമാക്കാൻ വേണ്ടിയാണ് തന്ത്രവും മന്ത്രവും ഇഷ്ടദേവത ഉപാസനയും സഗുണ ബ്രഹ്മോപാസനയും എല്ലാം വെച്ചിരിക്കുന്നത്. അതിനതീതമായി അതിനെയെല്ലാം പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ജ്ഞാനയോഗവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശബരിമല ശാസ്താവിൻ്റെ പ്രാധാന്യം ഇവിടെ വളരെ വലുതാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ജപിച്ചുകൊണ്ട് ഭക്തനായി ഞാൻ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു തത്വമസി എന്ന്.
ജ്ഞാനയോഗത്തിൻ്റെ ഹൃദയം അവിടെ എഴുതി വച്ചിരിക്കുന്നു. നീ എന്തിനെയാണോ തപ്പി വന്നത് അത് നിന്നിൽ തന്നെ ഉണ്ട്. നിനക്കത് അറിയാൻ സാധിക്കാതെ ഇരുന്നതാണ് നിന്റെ പ്രശ്നം. അത് അജ്ഞാനത്താലാണ്, പൂർവജന്മ കർമ്മഫലത്താലാണ്, വികാര വിക്ഷോഭങ്ങളാൽ ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അജ്ഞാനജന്യമാണ്, അജ്ഞാനമാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രഭാഷകർ പറഞ്ഞ് സുഖിച്ച് രസിപ്പിച്ചങ്ങ് പോവും. കാര്യങ്ങളൊന്നും പിടികിട്ടത്തില്ല. നമ്മളുടെ ചിന്താക്കുരുക്കുകളാണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത്. വേദാന്ത ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ വളരെ ക്ലിയറായി കേൾക്കൂ എന്ന് പറഞ്ഞ് ഞാനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. മനസ്സാകുന്ന ചരടുകളിൽ അനന്തമായി കെട്ടുകൾ കിടക്കുക. ഈ കെട്ടുകളെ അഴിച്ചുവിടാൻ നിന്നെ പ്രേരിപ്പിക്കാൻ, നിന്റെ ആ കെട്ടുകളെ തിരിച്ചറിയിപ്പിക്കാൻ നീ ജപത്തിനെ ഉപയോഗിക്കുക. ജപിച്ചിരിക്കുന്ന ആളിന് സംശയം വന്നുകൊണ്ടിരിക്കും. ഏത് വിഷയം പഠിപ്പിക്കുമ്പോൾ പണ്ട് പറയും 1008 ഒരു ഗായത്രി ജപിച്ചിട്ട് വരൂ, എന്നിട്ടും തലയിൽ കയറുന്നില്ല. ശരി, എങ്കിൽ നീ 12008 ഒരു ജപിച്ചിട്ട് വരൂ, എന്നിട്ടും തലയിൽ കയറുന്നില്ല. എങ്കിൽ പിന്നെ പറയും 1,00,000 തവണ ജപിച്ചിട്ട് വരൂ, അപ്പോഴിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകും. ഇല്ലെങ്കിൽ നിനക്കിത് ഒന്നും ഒക്കുന്നില്ലെങ്കിൽ നീ ഏത്തമിടുക 24 പ്രാവശ്യം. ഏത്തമിടുന്ന ഇന്നിപ്പോൾ ഗണപതിയുടെ മുന്നിൽ കാണുന്ന ഈ തുള്ളലല്ല, ഈ തുള്ളലുകളിയല്ല. കാരണം അത് കൈ ഇങ്ങനെ ഗുണം പോലെ വെച്ച് ആ കൈയുടെ മുട്ട് നിലത്ത് വന്ന് തൊടുകയാണ്. കുണ്ടലിനി ഉണർത്താനുള്ള ടെക്നിക്കാണ്. പണ്ട് കാലത്ത് ഗുരുകുല സമ്പ്രദായത്തിൽ അധ്യാപകർ വിദ്യാർത്ഥികളെ അടിച്ചിരുന്നില്ല, അവരുടെ കുണ്ടലിനി ഉണർത്തുകയേ ചെയ്തിരുന്നുള്ളൂ. സ്കൂളിൽ സാറ്, അന്നത്തെ ഗുരുക്കന്മാർ നമ്മുടെ പുരാതന സർവകലാശാലകളിലൊക്കെ അങ്ങനെയായിരുന്നു എന്നാണ് അറിവ്. ഏതൊരു വിദ്യാർത്ഥിയാണോ മണ്ടൻ, പഠിക്കുന്നില്ല, വഴക്കാളി, താന്തോന്നി, അവനെ എന്തു ചെയ്യും? നമ്മൾ ഏത്തമിടിപ്പിക്കും. അവൻ്റെ കൈ നിലത്ത് മുട്ടണം. ഈ കൈക്കൂടെ നിലത്ത് മുട്ടുമ്പോൾ അവൻ്റെ തലച്ചോറ് ഉണർന്ന് പ്രവർത്തിക്കും. അതുവരെയുള്ള ബഹളമെല്ലാം മാറി ഒരു മൂലയിൽ ശാന്തമായിരിക്കും. അല്ലെങ്കിൽ അവൻ ശരിക്ക് പഠിച്ചുകൊണ്ടിരിക്കും. ആ ബഹളം മാറിക്കിട്ടും, അല്ലെങ്കിൽ പഠിക്കും. ഏതൊക്കെ തരത്തിലാണെങ്കിലും ഇതൊരു കുറുക്ക് വഴിയാണ്, ഒരു കരണ്ടടിയാണ്, ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് ഈ ഏത്തമിടൽ. ഇപ്പോൾ നമ്മൾ കാണും ഗണപതിയുടെ മുമ്പിൽ പോയിന്നുകൊണ്ട് ഒരുതരം കുലുക്കം, അതല്ല ഏത്തമിടൽ. അപ്പോൾ ഏത്തമിടിക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിയെ ഉണർത്താൻ, ബോധത്തെ ഉണർത്താൻ, ശിഷ്യനെ അവൻ്റെ ആസ്തിക്യ ബുദ്ധിയിലേക്ക് നയിക്കാൻ ഉള്ള ഒരു കുറുക്ക് വഴിയാണ് ഏത്തമിടൽ. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ വീടുകളിലും ഒരു 5 വയസ്സ് മുതൽ ശീലിക്കേണ്ടതാണ്. 5 വയസ്സ് മുതൽ ശീലിപ്പിക്കേണ്ടതാണ്. ഇത് പക്ഷേ നമ്മൾ ചെയ്യുന്നില്ല. ബോധവികാസത്തിന് വേണ്ടുന്ന ഏറ്റവും വലിയ ഉപാധി നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതാണ് നമ്മൾ പിൽക്കാലത്ത് എന്തായി? കുട്ടികളെ ശിക്ഷിക്കാൻ തുടങ്ങി. അടികൊണ്ട് പഠിച്ചവർ ആ വിഷയത്തിൽ വിജയിച്ചാലും ലോകത്തിലെങ്ങും എത്താൻ പോകുന്നില്ല. കാരണം അവൻ ഭയമായിരിക്കും, അവൻ ജോലിക്കാരനായെന്നിരിക്കും. അവനൊരു കൊച്ചു കേരളത്തിൻ്റെ, ഈ ഭാരതത്തിൻ്റെ ഏറ്റവും കുഞ്ഞൊരു മൂലയ്ക്ക് കിടക്കുന്ന കേരളത്തിൽ മലയാളവും പറഞ്ഞ് മാത്രം എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടും. കഞ്ഞി കുടിക്കാൻ വഴിയുണ്ടായി, വലിയ മഹാകാര്യമാണെന്ന് പറയും. കാരണം ഇവനിപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉറുമ്പും കുഞ്ഞാണെന്നുള്ള ബോധത്തിൽ കിടക്കുകയാണല്ലോ. കുട്ടിക്കാലത്തെ ആനക്കുട്ടിയോട് പറഞ്ഞു വെച്ചു കൊടുത്തു, നീ ഉറുമ്പിൻ കുഞ്ഞാണെന്ന് പറഞ്ഞു വെച്ചു കൊടുത്തു. അതുകൊണ്ട് ആ പദ്ധതിയുമായി ജീവിക്കുന്ന ഇവന് അവൻ്റെ മഹാസാധ്യതകളെ ഉപയോഗിക്കാൻ കഴിയാതെ വരും. അങ്ങനെ ഈ മഹാസാധ്യതകളെ ഉപയോഗിക്കാനാണ് ഭാരതീയ ദർശനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. മനുഷ്യൻ കാണപ്പെടുന്ന ഒരു ചെറിയ വസ്തുവല്ല. ഈ പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ അതിലും അപ്പുറമുള്ള സാധ്യതകളെയും വഹിച്ചുകൊണ്ട് മനസ്സ്, ചിത്തം, ബുദ്ധി, ഇങ്ങനെയുള്ള പല പ്രതലങ്ങൾ നമുക്കുണ്ട്. ഇതിനെയെല്ലാം നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രായോഗിക ജീവിതത്തെ മനോഹരമാക്കുകയും പ്രായോഗിക ജീവിതത്തിന് അതീതമായിരിക്കുന്ന മഹാകാര്യങ്ങളെയും അറിഞ്ഞുകൊണ്ട് പരമപുരുഷാർത്ഥം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയും ചെയ്യണം. അങ്ങനെ മുക്തനായി മാറുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴി തുറക്കുന്നതിന് വേണ്ടി ഇത്തരം ആചാരങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യണം, ആചരിക്കണം. അതിനുവേണ്ടി തന്നെ മനസ്സ് തുറക്കണം. ഞാൻ ഇത്രയും പറഞ്ഞത് ഹൈന്ദവരെപ്പോഴും കുറച്ച് നാമജപമോ ഇഷ്ടദേവത ഉപാസനയോ മാത്രം കൊണ്ടിരിക്കാതെ ദാർശനിക തലത്തിലേക്ക് വളരുന്നവരായി തീരുകയും കുട്ടികളെ ദാർശനികരാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ കൂടെ ഞാൻ നോക്കുമ്പോൾ ദാർശനിക തലം എനിക്ക് തരുന്ന ഉണർവ് എത്രമാത്രമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആരോടും പറയുന്നില്ല എന്നെ വേദിയിലേക്ക് വിളിക്കൂ, ഞാൻ ആരെയും ശുപാർശ ചെയ്യുന്നില്ല എനിക്ക് ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കി തരൂ, ഞാൻ ആരെയും ഇതുപോലെ ഒരു കാര്യത്തിലും ഒരു സംഘടനയെയും ആശ്രയിക്കാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഭാരതീയ ദർശനങ്ങളുടെ പടവുകളിലൂടെ നടന്നു നീങ്ങുന്നവനായതുകൊണ്ട് എനിക്ക് എല്ലാം വഴിയെ വന്നു ചേരുന്നു. ഇതുപോലെ ഈ അനന്തമായ സാധ്യതകളെല്ലാം ഉള്ള
ഹൈന്ദവ ദർശനങ്ങൾ ഓരോ ഹിന്ദുവും, ഓരോ യുവാവും, ഓരോ യുവതിയും, എല്ലാവരും തന്നെ ആബാലവൃദ്ധ ജനങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ഇടയാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ പ്രഭാഷണം ഞാനിവിടെ നിർത്തുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ.